ഹായ്, ഇന്നത്തെ എപ്പിസോഡ് ഒരു ഫ്രീ ഫുൾ കോഴ്സാണ്. നമ്മുടെ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ഫിസിക്സിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഒരെണ്ണത്തിന് എളുപ്പത്തിൽ മനസ്സിലാകാൻ കഴിയുന്ന രീതിയിൽ പാർട്ടായിട്ട് തിരിച്ചതിന് ശേഷം ഒറ്റയടിക്ക് ആ കാര്യങ്ങൾ മുഴുവൻ ടൈം കോഡ് വെച്ചുകൊണ്ട് താഴെ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരുപാട് പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെടുന്ന രീതിയിൽ ഒറ്റയിരിപ്പിന് കഴിയുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു തീർക്കുക. അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ടൈം സ്റ്റാമ്പിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓരോ പാർട്ടായിട്ട് കാണുക. അങ്ങനെ കണ്ടതിന് ശേഷം പരമാവധി മനസ്സിലാക്കാനും സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പല ഭാഗങ്ങളെക്കുറിച്ചും പണ്ട് പല വീഡിയോസുകളായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒത്തിരി ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ എല്ലാ വിഷയങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് കടന്നു പോകേണ്ടതുണ്ട്. എവിടെ നിന്നാണ് ഈ കാര്യം സ്റ്റാർട്ട് ചെയ്തതെന്നും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്ലോ എന്നും ഒരുപാട് കാര്യങ്ങളെ എങ്ങനെ നമുക്ക് ക്ലബ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കാം എന്നുമൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ്. നിങ്ങൾക്കൊരു പുതിയ ഉദ്യമത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റിലേറ്റിവിറ്റിയെക്കുറിച്ചാണ്. ഇതൊരു യാത്ര പോലെയാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ യാത്ര ഒരിക്കലും ബഹിരാകാശത്തിലൂടെ അല്ല. ഇടയ്ക്ക് നമ്മൾ ബഹിരാകാശത്തേക്ക് പോകും, പക്ഷേ മറിച്ചൊരു ആശയത്തിലൂടെ നമ്മളിങ്ങനെ കയറി ഇറങ്ങി ചരിത്രപരമായിട്ടുള്ള വസ്തുതകളും ശാസ്ത്രവും മാത്തമാറ്റിക്സും ഒക്കെ നമ്മളിങ്ങനെ ഇഴകീരി പരിശോധിക്കും. നമ്മുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള വിശ്വാസത്തെയും സങ്കല്പത്തെയും ഒക്കെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള അതിശക്തമായ ഒരാശയമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ പരമമായ വേഗതയുടെ പരിധി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു വസ്തുവിന് സഞ്ചരിക്കാൻ കഴിയുന്ന പരമാവധി വേഗത, അതുപോലെ തന്നെ സ്പേസ് ടൈം, അതിൻ്റെ വക്രത അല്ലെങ്കിൽ അതിൻ്റെ കർവേച്ചർ, നക്ഷത്രങ്ങളുടെ ബർത്ത്, തമോഗർത്തങ്ങളുടെ രഹസ്യങ്ങൾ, അതുകൂടാഞ്ഞിട്ട് ഭൂതം, വർത്തമാനം, ഭാവി, അതായത് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നിവയിലൂടെയുള്ള യാത്ര, അതിൻ്റെ സ്വഭാവം, ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും പരിവേഷണം ചെയ്യുന്നത്. നമ്മൾ ഭൂരിഭാഗം പേർക്കും ഈ ലോകം എന്ന് പറയുന്നത് തികച്ചും സ്റ്റേബിൾ ആയിട്ടുള്ളതും നമുക്ക് പ്രവചിക്കാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒന്നായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു മിനിറ്റാണെന്ന് തോന്നും. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ കൃത്യം ഒരു ഡിസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളിങ്ങനെ നിശ്ചലമായി നിൽക്കുകയാണോ, നടക്കുകയാണോ, അതോ ഒരു ജെറ്റ് വിമാനത്തിൽ പറക്കുകയാണോ എന്നതൊന്നും ഈ കാര്യങ്ങൾക്കൊരു മാറ്റവും വരുത്തുന്നില്ല എന്ന് നമ്മൾ കരുതുന്നു. അതായത് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക്, നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന ഒരു പ്രപഞ്ചത്തിലാണ്. സർ ഐസക് ന്യൂട്ടൻ ആദ്യമായി അതിമനോഹരമായ വ്യക്തതയോടെ വിവരിച്ച ഒരു പ്രപഞ്ചമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയുള്ള പ്രപഞ്ചം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കഥയും ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. പാർട്ട് 1, എന്തുകൊണ്ടാണ് ആപേക്ഷികത അല്ലെങ്കിൽ റിലേറ്റിവിറ്റിയെക്കുറിച്ചൊരു തിയറി ആവശ്യമായി വന്നത്. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ തുടക്കം. സർ ഐസക് ന്യൂട്ടൻ എന്ന അതുല്യ പ്രതിഭ തൻ്റെ വിഖ്യാതമായ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകത്തിലൂടെ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തന നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിച്ച് എഴുതി വെച്ചു. നിങ്ങളൊരു ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം വളരെ നിശ്ചലമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്, അല്ലേ? എല്ലാം സംഭവിക്കുന്നു. ഒരു സ്ഥിരമായിട്ടുള്ള സ്റ്റേജിൽ എല്ലാം സെറ്റ് ചെയ്തതുപോലെയാണ്. ഇതിനെയാണ് ന്യൂട്ടൻ്റെ അബ്സല്യൂട്ട് സ്പേസ്, മലയാളത്തിൽ കേവലമായ സ്ഥലം എന്ന് പറയുന്നത്. ഇത് പ്രപഞ്ചത്തിൻ്റെ മാറ്റമില്ലാത്ത, ചലനമില്ലാത്ത 3Dയിൽ നടക്കുന്ന ഒരു വലിയ ബാക്ക്ഡ്രോപ്പാണ്, ഒരു ചട്ടക്കൂടാണ്. പ്രപഞ്ചത്തിലെ എല്ലാ സംഭവങ്ങളും അളക്കാനുള്ളൊരു യൂണിവേഴ്സൽ മെഷർമെൻറ്റ്. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ വീക്ഷിക്കുന്ന ഒരു ക്ലോക്ക് വർക്ക്, അല്ലെങ്കിൽ ഒരു ദൈവം കണ്ണുകൾ കൊണ്ട് നോക്കുന്നത് പോലെയാണ്. എല്ലാം പ്രഡിക്റ്റ് ചെയ്യാനും സെറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലം. ഇനി സ്റ്റേഷൻ്റെ ചുമരിലുള്ള ഒരു ക്ലോക്കിനെ കുറിച്ച് നിങ്ങൾ അത്യാവശ്യം സങ്കല്പിച്ച് നോക്കുക. അത് ഓരോ സെക്കൻഡുകളായിട്ട് മുന്നോട്ടിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിവേഗത്തിൽ കടന്നു പോകുന്ന ഒരു ട്രെയിനിൽ ഇരിക്കുന്ന ഒരാൾക്കും ചന്ദ്രനിലിരിക്കുന്ന ഒരു ബഹിരാകാശ സഞ്ചാരിക്ക് പോലും ആ ക്ലോക്ക് സഞ്ചരിക്കുന്നതിൻ്റെ ആ ഒരു സിംഫണി, അതിൻ്റെ ഒരു താളം യൂണിവേഴ്സലാണ് എന്നേ തോന്നും. ഇതാണ് ന്യൂട്ടൻ്റെ അബ്സല്യൂട്ട് ടൈം, അല്ലെങ്കിൽ കേവലമായ സമയം. ഇത്രയും മനസ്സിലായല്ലോ. എല്ലാവർക്കും എല്ലായിടത്തും ഒരേ നിരക്കിലൊഴുകുന്ന പ്രപഞ്ചത്തിലുള്ള ഒരു നദി പോലെയാണ് സമയം ഇങ്ങനെ പോകുന്നത്. ഈ സമയത്തിൽ കഴിഞ്ഞ കാലം എന്നേക്കുമായി സംഭവിച്ച് അപ്രത്യക്ഷമായി കഴിഞ്ഞ കാര്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഭാവി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം മാത്രമേ എല്ലാവർക്കും പൊതുവായിട്ട് അറിയാൻ പറ്റൂ. അത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കഴിഞ്ഞ കാലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞ് നിർത്തുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കാര്യം കഴിഞ്ഞ കാലമായി മാറിയല്ലോ. ഈ ഒരു ന്യൂട്ടോണിയൻ ലോകവീക്ഷണം നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒന്നാണ്. ഒരു സാമാന്യ വ്യക്തിക്ക് ഇപ്പോൾ ചിന്തിച്ചാൽ പോലും ഒറ്റയടിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ന്യൂട്ടനും എഴുതി വെച്ചിട്ടുള്ളൂ. കാരണം നമ്മുടെ എല്ലാം ഡെയിലി ലൈഫിലെ അനുഭവങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ബേസിലാണ് ഇങ്ങനെ നടന്നു പോകുന്നത്. അപ്പോൾ ഈ ആശയം ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ഞാനൊരു ലളിതമായിട്ടുള്ള ഉദാഹരണം പറയാം.
ഒരു ട്രെയിൻ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ നമ്മുടെ മുന്നിലൂടെ ഞാൻ മുമ്പ് പറഞ്ഞ പ്ലാറ്റ്ഫോമിലൂടെ കടന്നു പോകുന്നു. ആ ഒരു ട്രെയിനിനുള്ളിൽ ഒരു യാത്രക്കാരൻ ട്രെയിൻ സഞ്ചരിക്കുന്ന അതേ ദിശയിലേക്ക്, ഇപ്പോൾ ട്രെയിൻ അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അതേ ദിശയിലേക്ക് ട്രെയിനിനെ അപേക്ഷിച്ച് മണിക്കൂറിൽ ഒരു 20 കിലോമീറ്റർ വേഗതയിൽ ഒരു പന്തെടുത്ത് മുന്നോട്ടെറിയുന്നു. സോ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന നിങ്ങളിത് കാണുകയാണ്. അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആ പന്ത് എത്ര വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. നിങ്ങൾ ആ വേഗതകൾ തമ്മിൽ കൂട്ടിയാൽ മതി. ട്രെയിനും ആ വ്യക്തിയും ഒക്കെ തന്നെ ഏകദേശം 100 കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നത് എന്ന് നമുക്കറിയാം. അതിൽ നിന്നുകൊണ്ട് ഒരാൾ 20 കിലോമീറ്റർ വേഗതയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 100 + 20 = 120 കിലോമീറ്റർ. ഇതിനെയാണ് ക്ലാസിക്കൽ വെലോസിറ്റി അഡിഷൻ, അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ മെക്കാനിക്സ് വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന വെലോസിറ്റി കൂട്ടി കിട്ടുന്ന ടോട്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് യുക്തിക്ക് നിരക്കുന്നൊരു കാര്യമാണ്. ഈ നിയമങ്ങളെന്ന് പറയുന്നത് സത്യത്തിൽ 300 വർഷത്തോളം പ്രപഞ്ചത്തിൽ ചോദ്യം ചെയ്യപ്പെടാതെ നിലനിൽക്കുന്ന രീതിയിൽ മനുഷ്യർക്കിടയിൽ ഭൂമിയിലുണ്ടായിരുന്ന നിയമമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആപ്പിൾ എന്തുകൊണ്ട് താഴേക്ക് വീഴുന്നു എന്ന് പറയുന്നത് മുതൽ ഗ്രഹങ്ങൾ എങ്ങനെ സൂര്യനെ പരിക്രമണം ചെയ്യുന്നു അല്ലെങ്കിൽ ചുറ്റുന്നു എന്നതിനെയും ഒക്കെ തന്നെ വ്യക്തമായിട്ട് വിശദീകരിക്കാൻ ന്യൂട്ടൻ ഉപയോഗിച്ച ഇക്വേഷനുകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതൊരു ഒറ്റ പ്രശ്നമില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട്. എന്തിനേറെ യുറാനസ് എന്ന് പറയുന്ന നമ്മുടെ ഗ്രഹത്തിൻ്റെ ഈ ഒരു സഞ്ചാര പഥത്തിനുണ്ടാവുന്ന ചെറിയൊരു വ്യത്യാസം മനസ്സിലാക്കിയിട്ട് യുറാനസിനപ്പുറം നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന മറ്റൊരു ഗ്രഹമുണ്ട് എന്ന് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്തിട്ട് പിന്നീട് നേരിട്ട് കണ്ടെത്താനും ഒക്കെ തന്നെ ഗണിതശാസ്ത്രജ്ഞർ, ജ്യോതിശാസ്ത്രജ്ഞരും ഒക്കെ ഉപയോഗിച്ചത് ന്യൂട്ടൻ്റെ ഇത്തരം നിയമങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മാത്തമാറ്റിക്സും അതിൻ്റെ കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ന്യൂട്ടൻ്റെ നിയമം വളരെയധികം വിജയകരമായിരുന്നു. അതൊരു അതിമനോഹരമായ കൃത്യമായ നിയമങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു ക്ലോക്ക് വർക്ക് പ്രപഞ്ചത്തെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. എല്ലാം പ്രവചിക്കാൻ കഴിയുന്ന ചിട്ടയുള്ള ഒരു ലോകം. എന്നാൽ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഈ കുറ്റമൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത നല്ല സ്ട്രോങ് ബേസുള്ള ന്യൂട്ടൻ്റെ തിയറിക്കുള്ളിൽ ചില ക്രാക്കുകൾ കാണാൻ തുടങ്ങി. വളരെയധികം വെല്ലുവിളി ഉയർത്തുന്ന, ചോദ്യമുയർത്തുന്ന ഒരു ഘടകം. അത് സത്യത്തിൽ പ്രകാശമായിരുന്നു. അന്നുള്ള ശാസ്ത്രജ്ഞർക്ക് ഈ വേവ്സ് അല്ലെങ്കിൽ തരംഗങ്ങളെന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിൽ കടന്നു വരുന്നത് സഞ്ചരിക്കാൻ ഒരു മീഡിയം അല്ലെങ്കിൽ മാധ്യമം ആവശ്യമുള്ള ഒരു സാധനം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ശബ്ദതരംഗം സഞ്ചരിക്കാൻ വായു വേണം. സമുദ്രത്തിലെ തിരമാലകൾ എപ്പോഴും വെള്ളത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വെള്ളമില്ലാതെ നമുക്ക് തിരമാലകളെ സങ്കല്പിക്കാൻ പോലും പറ്റില്ലല്ലോ. അപ്പോൾ അതിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ പ്രകാശ തരംഗങ്ങൾക്ക് ശൂന്യമായ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുക സാധ്യമല്ല എന്നും ഈ പ്രകാശം സഞ്ചരിച്ച് വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, നമുക്ക് ആർക്കും കാണാൻ കഴിയാത്ത, ഇൻവിസിബിളായ, ഭാരമില്ലാത്ത, തികച്ചും സുതാര്യമായൊരു പദാർത്ഥം വേണമെന്ന് അവർ സങ്കല്പിക്കാൻ തുടങ്ങി. അതിന് അക്കാലത്ത് ഗവേഷകരിട്ട പേരായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലുമിനിഫറസ് ഈഥർ. ഈഥർ എന്ന് വെറുതെ നമ്മൾ ചുരുക്കി പറയും. ഈ ഒരു ഈഥർ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നിശ്ചലമായൊരു ബാക്ക്ഡ്രോപ്പിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് വച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ ഈ പറയുന്ന ന്യൂട്ടൻ മുന്നോട്ട് വെച്ച അബ്സല്യൂട്ട് സ്പേസും ഒക്കെ തന്നെ നിൽക്കുന്നത് സത്യത്തിൽ ലുമിനിഫറസ് ഈഥർ നിറഞ്ഞൊരു പ്രപഞ്ചത്തിലാണ്. അപ്പോൾ ഭൂമിയും സൂര്യനും എങ്ങനെയാണ്? നമ്മുടെ ഭൂമിയും സൂര്യനും എല്ലാ നക്ഷത്രങ്ങളും ഈ ഈഥർ എന്ന് പറയുന്ന നിശ്ചലമായ കടലിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, ഒഴുകി നടക്കുകയാണ് എന്നുള്ളതായിരുന്നു വിശ്വാസം. സോ അങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, അതിന് ഒരു പരീക്ഷണം ആവശ്യമുണ്ട്. അങ്ങനെ അതിഗംഭീരമായൊരു പരീക്ഷണത്തിന് വേണ്ടി അക്കാലത്തൊരു തയ്യാറെടുപ്പ് നടന്നു. ആ പരീക്ഷണം പറയുന്നതിന് മുമ്പ് ഈ ലുമിനിഫറസ് ഈഥറിൻ്റെ പ്രത്യേകതയും അതിലൂടെ ഭൂമി സഞ്ചരിക്കുന്നതിനെയും ഞാനൊരു ചെറിയ താരതമ്യം വെച്ച് പറയാം. താരതമ്യം വളരെയധികം ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും. നിശ്ചലമായി കിടക്കുന്ന ഒരു പുഴയിലൂടെ ബോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബോട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബോട്ടിന് വെള്ളത്തിനെ നീക്കി മാറ്റിക്കൊണ്ടായിരിക്കും അതിൻ്റെ സർഫസിലൂടെ പോവുക. നമ്മുടെ ഭൂമി എന്ന് പറയുന്ന നിശ്ചലമായിട്ടുള്ള ഈഥറിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മളൊരു ഈഥർ വിൻഡ് അനുഭവിക്കണം. ബോട്ടിലൂടെ പോകുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു റെസിസ്റ്റൻസ് വന്നതുപോലെ ഈഥറിലൂടെ പോകുന്ന സമയത്ത് ഈഥറിൻ്റെ ഒരു റെസിസ്റ്റൻസ് നമുക്കുണ്ടാവും. അതായത് ഭൂമിയുടെ ചലനത്തിനനുസരിച്ച് പ്രകാശ വേഗതയിൽ ചെറിയ മാറ്റം ഉണ്ടാവും. സിമ്പിളല്ലേ? കാരണം വെള്ളത്തിൻ്റെ തടസ്സം ഉണ്ടാകുമ്പോൾ നമ്മളൊരു സാധനത്തിനെ കീറി മുറിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പുഴയിലൂടെ ഒരു ബോട്ട് പോകുന്ന പോലെ ഈഥറിലൂടെ ഭൂമി പോയി കഴിഞ്ഞാൽ ആ ഭൂമി പോകുന്ന ഡയറക്ഷനിൽ പ്രകാശം സഞ്ചരിക്കുന്നതിൽ വേഗത വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ പ്രകാശത്തിൻ്റെ വേഗതയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം നമുക്ക് ഭൂമിയിൽ ഇരുന്നു കൊണ്ട് അളക്കാൻ പറ്റും. പുഴയുടെ ഒഴുക്കിനൊപ്പം നീന്തുമ്പോൾ വേഗത കൂടുന്നതും ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ വേഗത കുറയുന്നതും പോലെയാണ് നമുക്ക് ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഭൂമി ചലിക്കുന്ന ഏത് ഡയറക്ഷനാണോ ആ ദിശയിലേക്ക് നമ്മളൊരു പ്രകാശകിരണം അയച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ വേഗത കൂടി, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ടോട്ടൽ അഡീഷൻ എടുക്കുന്ന പോലെ ഭൂമിയുടെ വേഗത കൂടി ഉള്ളതുകൊണ്ട്
ഈ ലുമിനിഫറസ് ഈഥറിലൂടെ പോകുന്ന ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ഭൂമി പോകുന്ന അതേ ഡയറക്ഷനിൽ പ്രകാശം വിട്ട് കഴിഞ്ഞാൽ പ്രകാശകിരണത്തിന് അല്പം വേഗത കുറഞ്ഞതായിട്ടും ഭൂമി സഞ്ചരിക്കുന്ന ദിശയ്ക്കെതിരെ നമ്മൾ ഭൂമിയിൽ ഇരുന്നു കൊണ്ടൊരു പ്രകാശകിരണം വിട്ട് കഴിഞ്ഞാൽ ആ പ്രകാശത്തിന് വേഗത കൂടുതൽ കിട്ടുന്നതായിട്ടും അനുഭവപ്പെടേണ്ടതായിട്ടുണ്ട്. പ്രപഞ്ചം മുഴുവനൊരു മീഡിയം നിറഞ്ഞാൽ അങ്ങനെയാണ് സാധാരണ വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ 1887 ആൽബർട്ട് മൈക്കിൾസൺ, എഡ്വേർഡ് മോർലി എന്നീ 2 അമേരിക്കൻ ശാസ്ത്രജ്ഞർ ഈ ഈഥർ വിൻഡില്ലേ, ഈഥർ കാറ്റ്, അതളക്കാനായിട്ട് വളരെ വെല്ലുവിളി നിറഞ്ഞൊരു പരീക്ഷണം ചെയ്യാൻ തീരുമാനിച്ചു. അവർക്ക് ഈഥർ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അവർ ചെയ്തത്. അവരുടെ പരീക്ഷണം ഫിസിക്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൃത്യവും ഏറ്റവും പ്രശസ്തവുമായൊരു പരീക്ഷണമായിരുന്നു. അതിൻ്റെ ആശയം വളരെ സിമ്പിളാണ്, എന്നാൽ അതിൽ വളരെയധികം ബുദ്ധി പ്രയോഗിക്കേണ്ട ആവശ്യകതയുമുണ്ട്. അവർ പ്രകാശകിരണത്തെ ഒരു സെമി സിൽവർ കണ്ണാടി ഉപയോഗിച്ച് 2ആയിട്ട് വിഭജിച്ചു. ചിത്രത്തിൽ കാണുന്ന പോലെ നമുക്കറിയാം പ്രകാശരശ്മികൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, 90 ഡിഗ്രി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഭാഗം ഭൂമിയുടെ ചലനത്തിൻ്റെ ദിശയിലേക്കും മറ്റേ ഭാഗം അതിന് ലംബമായിട്ട് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന രീതിയിൽ അവർ അയച്ചു. എന്നിട്ട് ഏകദേശം ഒരു 11 മീറ്റർ ഇവ രണ്ടും സഞ്ചരിക്കും. എന്നിട്ട് ഈ 2 കിരണങ്ങളെയും പലതരത്തിലുള്ള കണ്ണാടികൾ ഉപയോഗിച്ച് റിഫ്ലക്റ്റ് ചെയ്യിച്ചിട്ട് തിരിച്ചൊരു പോയിന്റിൽ കൊണ്ടുവന്ന് പഴയ എവിടെയാണോ സ്പ്ലിറ്റ് ആയത് അതുപോലെ തന്നെ ഇതിനെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് യോജിപ്പിക്കുന്നു. ഇതായിരുന്നു അവരുടെ പരീക്ഷണം. ഈ ഈഥർ വിൻഡ് ഉണ്ടെങ്കിൽ ഒരു കിരണം മറ്റേതിനേക്കാൾ അല്പം വൈകി തിരിച്ചെത്തണം. കാരണം എന്താണ്? ഭൂമി ചലിക്കുന്ന ദിശയിലാണ് ഒരു കിരണം പോയത്, ഈഥറിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈഥർ എന്ന് പറയുന്ന മീഡിയത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നതെങ്കിൽ ഭൂമിയുടെ ചലനം ഉണ്ടാകുന്നതുകൊണ്ട് പ്രകാശത്തിൻ്റെ വേഗതയ്ക്ക് അല്പം വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ കുറവുണ്ടാവും എന്നുള്ളതാണ് അവരുടെ അനുമാനം. അങ്ങനെ സമയവ്യത്യാസം ഉണ്ടാക്കി പ്രകാശ തരംഗങ്ങൾ എത്തി കൂട്ടിച്ചേരുകയാണെങ്കിൽ അവിടെ ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ ഉണ്ടാവും. നമ്മൾ കേട്ടിട്ടുണ്ട് ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരേ സോഴ്സിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ അതിൻ്റെ ഫേസ് ഡിഫറൻ്റ് ആയിട്ട് കൂട്ടിമുട്ടുകയാണെങ്കിൽ അതിന് പാറ്റേൺ ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ ഇതെല്ലാം ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പുഴയുടെ ഒഴുക്കിനൊപ്പവും എതിരെയും പോയി വരുന്ന നീന്തൽക്കാരനും ഒഴുക്കിന് കുറുകെ അത്രയും ദൂരം പോയി വരുന്ന നീന്തൽക്കാരനും തമ്മിൽ ഒരേ സമയം തിരിച്ചെത്താത്തതുപോലെ പ്രകാശം ഇങ്ങനെ പല ഡയറക്ഷനിൽ സഞ്ചരിക്കുമ്പോൾ ഒരേ സമയം തിരിച്ചെത്താത്തതുകൊണ്ട് അതിസൂക്ഷ്മമായ ഉപകരണത്തിൻ്റെ സഹായത്തോടു കൂടി ഇൻ്റർഫറൻസ് പാറ്റേൺ ഉണ്ടാക്കാമെന്ന് അവർ കരുതി. അപ്പോൾ ഈ ഉപകരണം ആക്യുറേറ്റ് ആയിരിക്കണമല്ലോ, അതിനുവേണ്ടി അവർ നല്ല വലിപ്പമുള്ളൊരു കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു വലിയ ഫ്രെയിമിൻ്റെ മുകളിൽ മെർക്കുറിയിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു വലിയ കരിങ്കൽ പാളിക്ക് മുകളിലായിട്ടാണ് സ്ഥാപിച്ചത്. കാരണം ഭൂമിയുടെ കുലുക്കവും മറ്റും വരാൻ പാടില്ല, ഭൂമിക്ക് ചെറിയ പ്രകമ്പനം ഉണ്ടെങ്കിൽ വൈബ്രേഷൻ ഒന്നും ബാധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മെർക്കുറിയിൽ ഇത് സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവർ കാത്തിരുന്നു. പക്ഷേ അവർക്ക് വ്യത്യാസമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല, യാതൊന്നും തന്നെ ഇല്ല. ഈ ഈഥർ വിൻഡ് കാരണം ഉണ്ടാകുന്ന വ്യതിയാനം എങ്ങും കാണാൻ പറ്റുന്നില്ല. സോ ഇത് അവരുണ്ടാക്കിയ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു തെറ്റാണ് അല്ലെങ്കിൽ പിഴവാണെന്ന് കരുതിയിട്ട് അവർ രാത്രിയും പകലും പല കാലാവസ്ഥയിലും വർഷത്തിലെ പല സമയത്തും ഈ ഒരു പരീക്ഷണം പല ഡയറക്ഷനിലും ആവർത്തിക്കാൻ തുടങ്ങി. ഭൂമി അതിൻ്റെ പരിക്രമണ പഥത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് നീങ്ങുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് മാറുമോ എന്നറിയുകയായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ അതിൻ്റെ റിസൾട്ട് എപ്പോഴും ഒന്ന് തന്നെയായിരുന്നു, ഒരു നിശബ്ദത. പ്രകാശത്തിൻ്റെ വേഗത ഒരു തരത്തിലും ഇതിനനുസരിച്ച് മാറുന്നില്ല. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയായി. കാരണം മൈക്കിൾസനും മോർലിയും പ്രതീക്ഷിച്ചത് ഈഥർ വിൻഡ് എന്ന് പറയുന്ന സാധനം ഉണ്ട് എന്ന് ഞങ്ങൾ കണ്ടെത്താൻ പോവുകയാണ്, അതിൻ്റെ എവിഡൻസ് ഇതാ ഞങ്ങൾ തരാൻ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ ഒരു കാർ ഓടിക്കുന്നു, എന്നിട്ട് കാറിൻ്റെ ഹെഡ്ലൈറ്റുകൾ ഓൺ ചെയ്യുകയാണ്. പക്ഷേ നിങ്ങളുടെ കാർ നിർത്തിയിട്ടിരിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്താൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെയാണ് വേഗതയിൽ കാർ സഞ്ചരിക്കുമ്പോഴും നിങ്ങൾ ഓണാക്കിയാലെങ്കിലോ. അതായത് നിങ്ങൾക്ക് വ്യത്യാസമൊന്നും കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ എത്ര വേഗത്തിൽ കാർ ഓടിച്ചാലും നിർത്തിയിട്ടിരിക്കുമ്പോൾ കാറിൻ്റെ ഹെഡ്ലൈറ്റ് ഓണാക്കി പ്രകാശം പോകുന്നത് പോലെ തന്നെയാണ് വളരെ വേഗത്തിൽ പോകുന്ന കാറിൻ്റെ ഹെഡ്ലൈറ്റും പ്രകാശം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ലൈറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ ആൾ മാത്രം അക്കാലത്ത് ക്ലാസിക്കൽ വെലോസിറ്റി അഡിഷൻ, നമ്മൾ ആദ്യം പറഞ്ഞ ട്രെയിനിലെ 100 കിലോമീറ്റർ പ്ലസ് 20 കിലോമീറ്റർ പരീക്ഷണമില്ലേ, ആ ഒരു നിയമം പാലിക്കുന്നില്ല. സോ അക്കാലത്തുള്ള എല്ലാ യുക്തിചിന്തയെയും വെല്ലുവിളിക്കുന്ന ഒരു വിഷയമായിട്ടിത് മാറി. പ്രകാശത്തിന് പ്രപഞ്ചത്തിൽ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് മാത്രമാണോ അല്ലെങ്കിൽ ഒരു കൃത്യമായ വേഗത മാത്രമാണോ ഉള്ളത് എന്നൊരു സംശയം ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത്, ഈ പ്രപഞ്ചത്തിൽ അദൃശ്യമായ മാധ്യമമെന്ന് നമ്മൾ പറയുന്ന ലുമിനിഫറസ് ഈഥർ യഥാർത്ഥത്തിൽ ഇല്ല എന്ന് തെളിയിക്കുന്നത് പോലെയുള്ള റിസൾട്ടുകളാണ് കിട്ടുന്നത്. പ്രപഞ്ചത്തിന് മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാധനമുണ്ട് എന്നുള്ള ആശയത്തിന് തന്നെ പ്രസക്തി നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് സ്വിറ്റ്സർലൻഡിലെ ബേണിലുള്ള വളരെയധികം മനസ്സുകൊണ്ടൊക്കെ തന്നെ സ്വപ്നം കണ്ട് പല തിയറികളും കണ്ടെത്താൻ ശ്രമിച്ച ഭാവനാ സമ്പന്നനായ ഒരു പേറ്റന്റ് ക്ലർക്ക് നമ്മുടെ കഥയിലേക്ക് പ്രവേശിക്കുന്നത്. ഞാൻ പറയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആണിക്കല്ലായ ആൽബർട്ട് ഐൻസ്റ്റീൻ.
അദ്ദേഹം ഒരു വലിയ സർവകലാശാലയിലെ പ്രശസ്തനായ പ്രൊഫസറൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഒരു ചിന്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാവനയാകുന്ന ലബോറട്ടറിയിൽ അദ്ദേഹം മനസ്സുകൊണ്ട് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അതെല്ലാം എഴുതി വയ്ക്കുന്ന ഒരാൾ. മറ്റുള്ളവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റൻറ്റ് നൽകണമോ എന്ന് പരിശോധിക്കുന്ന ഒരു ജോലിയാണ് അദ്ദേഹം അവിടെ ചെയ്തിരുന്നത് എന്നുള്ളതുകൊണ്ട് ഒരുപാട് ചിന്തിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയിരുന്നു. കൗമാരപ്രായം മുതൽ അദ്ദേഹത്തിന് അലട്ടിയിരുന്ന ഒരു ചോദ്യമായിരുന്നു, ഈ പ്രകാശകിരണത്തിന് മുകളിൽ കയറിയിരുന്ന ഒരാൾ സവാരി ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ന്യൂട്ടൻ്റെ സാമാന്യ ബുദ്ധിയുടെ ലോകം അനുസരിച്ച് നിങ്ങൾ എങ്ങനെയെങ്കിലും പ്രകാശത്തിൻ്റെ വേഗത കൈവരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ നിങ്ങളുടെ ചുറ്റിലുമുള്ള പ്രകാശ കിരണങ്ങൾ സ്ഥിരമായി കാണപ്പെടും, ഒരു തരംഗമായി മാത്രം കാണപ്പെടും. നിങ്ങളുടെ അരികിൽ അനങ്ങാതെ നിൽക്കുന്ന ഒന്നിളകിക്കൊണ്ടിരിക്കുന്ന ഊർജത്തിൻ്റെ ഒരു വലിയ ഫീൽഡ് മാത്രമായിട്ടായിരിക്കും നിങ്ങളത് കാണുക, അല്ലേ? എന്നാൽ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ കൊണ്ടുവന്ന ഇലക്ട്രിസിറ്റിയുടെയും മാഗ്നറ്റിസത്തിൻ്റെയും നിയമങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥ അസാധ്യമാണ്. നിങ്ങൾക്കൊരിക്കലും പ്രകാശത്തിൻ്റെ അതേ വേഗത്തിൽ സഞ്ചരിച്ച് ഈ പറയുന്ന രീതിയിൽ പ്രകാശം നിശ്ചലമായി നിൽക്കുന്നത് കാണാൻ കഴിയില്ല. ആ ഒരു തിങ്കിങ് തന്നെ അസാധ്യമാണെന്ന് പറഞ്ഞു. ഒരു പ്രകാശ തരംഗം അതിൻ്റെ നിർവചന പ്രകാരം തന്നെ സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയുടെയും കാന്തത്തിൻ്റെയും മണ്ഡലങ്ങളെ പരസ്പരം ഇൻ്റർ കണക്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ്. നിശ്ചലമായൊരു പ്രകാശ തരംഗം എന്ന് പറയുന്ന ഒരവസ്ഥയില്ല. അങ്ങനെ പ്രകാശത്തിന് നിശ്ചലമായി നിലനിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം അടിയുറച്ചു പറഞ്ഞു. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയായി മാറി. ന്യൂട്ടൻ്റെ ആപേക്ഷികതാ ചലനത്തിൻ്റെ ലോകവും മാക്സ്വെല്ലിൻ്റെ പ്രകാശത്തിനെക്കുറിച്ചുള്ള വേഗതയെക്കുറിച്ചുള്ള ഇക്വേഷനുകളും തമ്മിൽ വലിയ സംഘടന ഉണ്ടായി. ഇവയിലൊന്ന് മറ്റൊന്നിനെ കടത്തിവെട്ടി ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നൂറുകണക്കിന് വർഷങ്ങളോളം ശാസ്ത്രജ്ഞർ ഈഥർ സിദ്ധാന്തത്തിൽ പല മാറ്റങ്ങളും വരുത്തിയിട്ടാണ് ന്യൂട്ടൺ കണ്ടുപിടിച്ച തിയറി ശരിയാണെന്നും പറഞ്ഞ് അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചത്. ചിലർ അക്കൂട്ടത്തിൽ വാദിച്ചു ഈഥറിനെ ഭൂമി വലിച്ചുകൊണ്ടു പോവുകയാണ് എന്നും അതുകൊണ്ടാണ് ഈ മൈക്കിൾസൺ മോർലി എക്സ്പെരിമെൻറ്റിനകത്ത് മൈക്കിൾസൺ ഇൻ്റർഫെറോമീറ്റർ എന്ന് പറയുന്ന ആ ഉപകരണത്തിൽ പ്രകാശത്തിന് വ്യത്യാസം ഉണ്ടാകാത്തതെന്ന് പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു ചലിക്കുന്ന വസ്തുക്കൾക്ക് ഈ ഫിസിക്സിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കുറയുമെന്ന്, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വ്യത്യാസമൊന്നും കാണാൻ കഴിയാത്തതെന്ന്. അപ്പോൾ അവർ അക്കാലത്ത് മാത്തമാറ്റിക്കലി നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റിയൽ എക്സ്പെരിമെൻറ്റിൽ തന്നെ പിടിച്ചു തൂങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ് അന്നുണ്ടായത്. അങ്ങനെ അവർ കഷ്ടപ്പെട്ടു, പലതരത്തിൽ ന്യൂട്ടൻ്റെ തിയറി ശരിയാണെന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഐൻസ്റ്റീൻ്റെ കഴിവ് ഇതിന് വിപരീതമായൊരു സമീപനമാണ് എടുത്തത്. അദ്ദേഹം എല്ലാ അനുമാനങ്ങളെയും, അതായത് ഈ പറയുന്ന ന്യൂട്ടൻ്റെ തിയറിയെയും ഈഥർ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളെയും വലിച്ചെറിഞ്ഞിട്ട് മൈക്കിൾസൺ മോർലി പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഈഥർ എന്ന് പറയുന്ന കാര്യം നിലനിൽക്കുന്നില്ല എന്നും പ്രകാശ വേഗത എന്ത് ചെയ്താലും മാറാത്ത ഒന്നാണ് എന്നുള്ള തിയറിയെ അംഗീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ഫർദർ ചിന്തിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. സോ അദ്ദേഹം ഈ കാര്യം ചോദിച്ചു, എല്ലാവരും പറയുന്ന തെറ്റാണെങ്കിലോ? പ്രകാശത്തിൻ്റെ വേഗത യഥാർത്ഥത്തിൽ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിലോ? അങ്ങനെ പറയുമ്പോഴുണ്ടാകുന്ന റിസൾട്ടുകൾ എന്തായിരിക്കും? അദ്ദേഹം തീർത്തും പുതിയൊരു തുടക്കത്തിന് നിർദ്ദേശം നൽകുകയല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഫേമസ് ആയിട്ട് ഉപയോഗിക്കുന്ന, നമ്മളെല്ലാവരും ശരിയെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് ഒരാൾ വന്ന് പൂർണ്ണമായും തള്ളിപ്പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിനേക്കാൾ ഭീകരമായൊരു അവസ്ഥയായിരിക്കും ശാസ്ത്ര സമൂഹത്തിലുണ്ടാവുക. ആ ഒരു ടേണിംഗ് പോയിൻ്റാണ് ഐൻസ്റ്റീൻ കൊടുത്തത്. അങ്ങനെ 1905 അദ്ദേഹത്തിൻ്റെ മാജിക്കൽ ഇയർ എന്ന് വിളിക്കപ്പെടാവുന്ന ഒരു സമയത്ത് അദ്ദേഹം ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വലിയ ഗവേഷണ പ്രബന്ധത്തെ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. അത് പ്രത്യക്ഷത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള 2 അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആയിരുന്നു. ഈ യഥാർത്ഥ ലോകത്തിലുള്ള ബേസിക് ആയിട്ടുള്ള 2 പുതിയ തൂണുകൾ പടുത്തുയർത്തുന്ന ആപേക്ഷികതാ തത്വമാണ് അദ്ദേഹം കൊണ്ടുവന്നത്, ദ പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി. ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും ഫിസിക്സിൻ്റെ നിയമങ്ങൾ ഒരുപോലെ ആയിരിക്കുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. പക്ഷേ അതിലൊരു ആഡഡ് പോയിൻ്റ് ഉണ്ട്, അതായത് ആക്സലറേറ്റ് ചെയ്യാതെ ഒരേ വേഗത്തിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും ഫിസിക്സിൻ്റെ നിയമങ്ങൾ സെയിം ആയിരിക്കും, ഒരുപോലെ ആയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രപഞ്ചത്തിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു നിശ്ചലാവസ്ഥ അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി സ്റ്റേജ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അതുപോലെ തന്നെ ഒരു സ്ഥലത്തിനും ഒരു പ്രത്യേക സ്ഥാനവുമില്ല. വളരെ ഫ്രീ ആയിട്ട് പറക്കുന്ന ഒരു വിമാനത്തിലിരിക്കുന്ന ഒരാൾക്ക് താൻ സ്റ്റേഷനറി ആണെന്നും ലോകം തനിക്ക് താഴെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം വാദിച്ചാൽ നിലത്ത് നിൽക്കുന്ന ഒരാൾക്കുള്ള അതേ അവകാശം തന്നെയാണ് വിമാനത്തിരിക്കുന്ന ആൾക്കും അങ്ങനെ ചിന്തിക്കാനുള്ള അവകാശം. അപ്പോൾ ഞാനിവിടെ നിന്നിട്ട് വിമാനം നോക്കുമ്പോൾ വിമാനത്തിരിക്കുന്ന ഒരാൾ എന്നെ വിളിച്ച് പറയുന്നു, നീയും ഭൂമി എന്തിനാ പുറകോട്ട് പോകണം എന്ന് ചോദിച്ചാൽ, അയ്യേ നീയല്ലേ മുന്നോട്ട് പോകുന്നത് എന്ന് എനിക്ക് പറഞ്ഞ് അവനെ തള്ളിക്കളയാൻ പറ്റില്ല. അതിനുള്ള തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല. ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ലുമിനിഫറസ് ഈഥർ എന്ന് പറയുന്ന ഒരു പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ലാതെയായി. പ്രകാശ വേഗതയുടെ സ്ഥിരമായിട്ടുള്ള വേഗത അല്ലെങ്കിൽ
ദ കൺസിസ്റ്റൻസി ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഞെട്ടലുണ്ടാക്കിയ ഘടകം. അതായത് വാക്വത്തിൽ, ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത എല്ലാ ഒബ്സർവേഴ്സിനും, നിരീക്ഷിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പ്രകാശത്തിൻ്റെ സോഴ്സ് എത്ര വേഗത്തിൽ സഞ്ചരിച്ചാലും, നിങ്ങൾ പ്രകാശത്തിൻ്റെ വേഗതയുടെ അടുത്ത വേഗത്തിൽ ഒരു കാറിൽ പോയിട്ട് ലൈറ്റ് ഓണാക്കിയാലും ശരി, പ്രകാശ വേഗതയാണ് പ്രപഞ്ചത്തിലെ ഒരു യഥാർത്ഥ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ. ബാക്കിയെല്ലാം ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ രണ്ട് ആശയങ്ങൾ, പ്രകാശത്തിൻ്റെ വേഗത, അതേപോലെ തന്നെ ഒരേ വേഗത്തിൽ പോകുമ്പോൾ ആളുകൾക്ക് അനുഭവപ്പെടുന്ന ഭൗതികശാസ്ത്ര നിയമങ്ങളെല്ലാം സെയിമാണ്. ഈ രണ്ട് ആശയങ്ങൾ ഒരുമിച്ച് അംഗീകരിക്കുമ്പോൾ അവ പ്രത്യേകമായൊരു ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ അടിത്തറയായി മാറുന്നു. അതിനെയാണ് നമ്മൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. എന്നാൽ സാമാന്യ ബുദ്ധിക്ക് ഇത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. കാരണം പ്രകാശത്തിൻ്റെ വേഗത എല്ലാവർക്കും സ്ഥിരമായി നിലനിൽക്കണമെങ്കിൽ ഈ വേഗത കണക്കാക്കുന്ന മറ്റ് രണ്ട് വേരിയബിൾസിന് ചേഞ്ച് ഉണ്ടാവണം. വേഗത എന്ന് പറയുന്നത് ഡിസ്റ്റൻസിനെയും സമയത്തെയും അടിസ്ഥാനമാക്കിയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ കണക്കുകൾ ശരിയാക്കാൻ വേണ്ടി മറ്റെന്തിനെയോ ഒന്നിനെ വലിച്ചു നീട്ടുകയും എന്തിനെയോ ഒന്നിനെ ചുരുക്കുകയും ചെയ്യേണ്ടതായിട്ട് ആവശ്യമായിട്ട് വരും. പ്രകാശം സഞ്ചരിക്കുമ്പോൾ അതിന് വേഗതയുണ്ടെന്ന് പറയാൻ പ്രകാശം സഞ്ചരിക്കുന്നൊരു സ്പേസ് ഉണ്ട്, അത് സഞ്ചരിക്കാൻ എടുക്കുന്നൊരു സമയമുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും രണ്ടെണ്ണത്തിൽ ഒന്നിനെ ചുരുക്കുകയോ ഒന്നിനെ വലിച്ചു നീട്ടുകയോ ചെയ്യണം. അങ്ങനെയാണ് സ്പേസ് ടൈം കടന്നു വരുന്നത്. ഐൻസ്റ്റീൻ സ്പേസിനെയും ടൈമിനെയും ഒരു അബ്സല്യൂട്ടായിട്ടുള്ള സാധനമാണ് എന്ന സിംഹാസനത്തിൽ നിന്ന് പുറത്തിറക്കി. ടൈമിനും ഡിഫറൻസ് ഉണ്ടാവാം, സ്പേസിനും ഡിഫറൻസ് ഉണ്ടാവാം എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ന്യൂട്ടൺ മുന്നോട്ട് വെച്ച പ്രപഞ്ചത്തിലുള്ളതുപോലെയുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല സ്പേസും ടൈമും എന്നായിരുന്നു ഐൻസ്റ്റീൻ പറഞ്ഞത്. പകരം അവ ആപേക്ഷികമാണ്, അവ ആളുകളുടെ കാഴ്ചപ്പാടിനനുസരിച്ച് മാറും, വിചിത്രമായ സ്വഭാവവുമുണ്ട്. അപ്പോൾ ഈ രണ്ട് തിയറികളുടെയും ഒരു റിസൾട്ടായിട്ടാണ് നമ്മൾ അടുത്തതായി പരിവേഷണം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കടന്നു വരുന്നത്. സെയിം ടൈം അല്ലെങ്കിൽ ഒരേ സമയം എന്ന് പറയുന്ന ആശയം നിലനിൽക്കുന്നുണ്ടോ? എനിക്ക് നിങ്ങൾക്കും ഒരേ സമയം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടോ? അതേപോലെ തന്നെ സമയം പതുക്കെയാകുന്ന ടൈം ഡയലേഷൻ എന്ന് പറയുന്ന പ്രതിഭാസവും ദൂരങ്ങൾ ചുരുങ്ങുന്ന ലെങ്ത് കോൺട്രാക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസവും ഒക്കെ തന്നെ ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറിയിൽ നിന്ന് ഉയർന്നു വന്നതാണ്. പിന്നെ മാസും എനർജിയും തമ്മിൽ വളരെയധികം ബന്ധമുണ്ടെന്നും ഈ mc² എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് നമുക്കിനി സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഐൻസ്റ്റീൻ്റെ രണ്ട് അടിസ്ഥാന തത്വങ്ങൾ നമ്മുടെ സാമാന്യ ബുദ്ധിയുടെ ലോകത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത് എന്ന് കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമുക്ക് നോക്കാം. അതിന് പുതിയ കഥകളും കുറച്ച് താരതമ്യങ്ങളും ഒക്കെ തന്നെ ആവശ്യമുണ്ട്. ഐൻസ്റ്റീൻ്റെ രണ്ട് അടിസ്ഥാന തത്വങ്ങൾ നമ്മളിപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. ഭൗതികശാസ്ത്ര നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്, പ്രകാശത്തിൻ്റെ വേഗതയും എല്ലാവർക്കും സ്ഥിരമാണ്. ഈ ലളിതമായിട്ടുള്ള പ്രസ്താവനകൾ ഒരു അബ്സല്യൂട്ട് സ്പേസ്, അബ്സല്യൂട്ട് ടൈം തുടങ്ങിയ കാര്യങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവയുടെ സ്ഥാനത്ത് എന്താണ് വരുന്നത്? നമ്മുടെ പഴയ ലോകവീക്ഷണത്തിൽ ആദ്യം തകർന്നു വീഴുന്ന ആശയം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സങ്കല്പത്തിലൊന്നാണ്, നൗ, അതായത് ഇപ്പോൾ എന്ന് പറയുന്ന ആശയം. അപ്പോൾ നമ്മൾ പാർട്ട് 2ലേക്ക് കിടക്കുകയാണ്, ദ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഇതിനാദ്യത്തേതും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സത്യത്തിൽ റിലേറ്റിവിറ്റി ഓഫ് സൈമൾട്ടേനിറ്റി എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. അതായത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ രണ്ട് സംഭവങ്ങൾ ഒരേ സമയം നടന്നു എന്ന ആശയം കൃത്യമല്ല, അല്ലെങ്കിൽ അബ്സല്യൂട്ട് അല്ല, ശരിയല്ല എന്ന് വേണമെങ്കിൽ ഒറ്റവാക്കി പറയാം. അത് നിങ്ങൾ എങ്ങനെ ചലിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്. സോ ഇത് മനസ്സിലാക്കാൻ ഐൻസ്റ്റീൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പരീക്ഷണമായിട്ടുള്ള മൂവിങ് ട്രെയിൻ എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റിലേക്ക് നമുക്ക് തിരികെ പോകണം. വളരെ നീളമുള്ളതും കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന ഒരു നല്ല ട്രെയിനിൻ്റെ ബോഗി നിങ്ങൾ സങ്കല്പിക്കുക. എന്നിട്ട് പ്ലാറ്റ്ഫോമിൽ രണ്ട് ബോഗിക്കും കൃത്യം നടുക്ക് ഭാഗത്തായിട്ട് അന്ന എന്നു പേരുള്ള ഒരു ഒബ്സർവർ നിൽക്കുകയാണ്. ട്രെയിനിനുള്ളിൽ ബോഗിയുടെ കൃത്യം നടുക്ക് ഭാഗത്തായിട്ട് ബെൻ എന്ന് പറയുന്ന മറ്റൊരു ഒബ്സർവറും നമ്മുടെ പരീക്ഷണത്തിൽ നിൽക്കുന്നു. ഇത് നിങ്ങൾ മനസ്സിൽ കാണുക. ഇനി പ്രപഞ്ചത്തിൽ വളരെ യാദൃച്ഛികമായ ഒരു കാര്യം സംഭവിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഒരു നിമിഷത്തിൽ ഒരു പർട്ടിക്കുലർ മേഘത്തിൽ നിന്ന് രണ്ട് മിന്നൽ പിണരുകൾ ട്രെയിനിലേക്ക് പതിക്കുകയാണ്. ഒന്ന് ആ ബോഗിയുടെ മുൻഭാഗത്ത്, അതായത് എൻജിൻ വരുന്ന ഭാഗത്തും, മറ്റൊന്ന് പിൻഭാഗത്തും. സോ അവിടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന അന്നയുടെ കാഴ്ചപ്പാടിൽ ആ മിന്നൽ പതിച്ച രണ്ട് സ്ഥലങ്ങളിൽ നിന്നും അന്ന നിൽക്കുന്നത് തുല്യ അകലത്തിലാണ്. അതുകൊണ്ട് തന്നെ അന്നയുടെ കണ്ണിലേക്ക് പ്രകാശവേഗതയിൽ അത് കാണുന്ന സമയത്ത് രണ്ട് മിന്നലുകളും ഒരേ സമയത്ത് അന്നയുടെ കണ്ണിലേക്ക് യാത്ര ചെയ്ത് എത്തിച്ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് അന്ന പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല,
ഫ്രണ്ടിലും ബാക്കിലും ഒരേ സമയത്താണ് 2 മിന്നലുകളും വന്ന് വീണിരിക്കുന്നത്. അവളുടെ റിയാലിറ്റി എന്ന് പറയുന്നത് അവൾക്ക് ശരിയാണ്. പക്ഷെ പ്രശ്നം വരുന്നത് ബെൻ എന്താണ് കാണുന്നത് എന്നുള്ളതിലാണ്. ബെന്നിനെ സംബന്ധിച്ചിടത്തോളം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൻ്റെ ഉള്ളിലാണ് ബെൻ നിൽക്കുന്നത്. ആ സമയത്താണ് ട്രെയിനിൽ മിന്നലടിക്കുന്നത്, ഫ്രണ്ടിലും ബാക്കിലും. 2 മിന്നലുകളിൽ നിന്നുമുള്ള പ്രകാശം അവനടുത്തേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് അവന് ട്രെയിനിൻ്റെ മുൻഭാഗത്തുള്ള മിന്നലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പിൻഭാഗത്തു നിന്നുള്ള മിന്നലിൽ നിന്ന് അവൻ അകന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവൻ ബോഗിയുടെ നടുവിലാണെങ്കിൽ പോലും മുന്നിലെ മിന്നലിൽ നിന്നുള്ള പ്രകാശത്തിന് അവൻ്റെ കണ്ണിലെത്താൻ വളരെ കുറച്ച് ദൂരം മാത്രം സഞ്ചരിച്ചാൽ മതിയാകും. എന്നാൽ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്ന ദിശയുടെ പുറകു ഭാഗത്തുള്ള ബോഗിയിൽ വന്നിടിച്ച മിന്നലിന് കുറച്ചുകൂടി ദൂരം അധികം സഞ്ചരിച്ചാലേ ബെന്നിൻ്റെ കണ്ണിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. പ്രകാശത്തിൻ്റെ വേഗത കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ബെൻ സ്വാഭാവികമായിട്ടും പിന്നിലെ മിന്നൽ കാണുന്നതിന് മുൻപ് മുൻഭാഗത്തെ മിന്നൽ കാണും. ബെന്നിനെ സംബന്ധിച്ചിടത്തോളം ആ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് ഒരു സമയത്തല്ല. അവൻ്റെ കാഴ്ചപ്പാട് തികച്ചും ശരിയാണ്. ട്രെയിനിൻ്റെ മുൻഭാഗത്താണ് ആദ്യം മിന്നലേറ്റത്. കാരണം അവൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിനിലാണ് നിൽക്കുന്നത്. അന്നയാണോ ബെന്നാണോ കൂടുതൽ ശരി? ആരാണ് ഏറ്റവും റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായ ആൾ? സംഭവങ്ങൾ ഒരേ സമയം കണ്ട അന്നയാണോ അതോ ഒന്നിനു പിറകെ ഒന്നായി കണ്ട ബെന്നാണോ? ആപേക്ഷികതാ സിദ്ധാന്തത്തിൽ ഞെട്ടിക്കുന്നൊരു ഉത്തരമുണ്ട്. അവർ രണ്ടുപേരും ശരിയാണ്. ഒരേ സമയം സംഭവിക്കുക അല്ലെങ്കിൽ ഹാപ്പൻഡ് അറ്റ് സെയിം മൊമെൻ്റ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ ഒരു യഥാർത്ഥ വസ്തുതയല്ല. അതൊരു പെർസ്പെക്റ്റീവാണ്, കാണുന്ന ആളുടെ അഭിപ്രായമാണ്. പ്രപഞ്ചത്തിന് യൂണിവേഴ്സലായ ഇപ്പോൾ അല്ലെങ്കിൽ നൗ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇല്ല. പ്രപഞ്ചത്തിൻ്റെ എല്ലായിടത്തും ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവുമില്ല. നമ്മൾ പരസ്പരം റിലേറ്റീവായിട്ട് ചലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ എൻ്റെ ഇപ്പോൾ എന്നതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ഇത് നമ്മളെ കൂടുതൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചില റിസൾട്ടുകളാണ് തരുന്നത്. കാര്യങ്ങൾ എപ്പോൾ സംഭവിക്കുന്നു എന്നതിൽ നമുക്ക് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ എപ്പോളിനെ അടിസ്ഥാനമാക്കി നമ്മൾ പറയുന്ന സമയം എത്ര വേഗത്തിൽ കടന്നു പോകുന്നു എന്ന കാര്യത്തിലും നമുക്ക് വലിയ യോജിപ്പുണ്ടാകാൻ സാധ്യതയില്ല. സമയം എന്ന് പറയുന്നത് സത്യത്തിൽ കൃത്യമായ വേഗതയിലാണോ കടന്നു പോകുന്നത്? അതിൻ്റെ ആൻസറും ഇല്ല എന്ന് തന്നെയാണ്. ഇതാണ് ടൈം ഡയലേഷൻ എന്ന പ്രശസ്തമായ ആശയം. നമുക്കൊരു പ്രത്യേകതരം ക്ലോക്ക് സങ്കല്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ ക്ലോക്കിന് മുകളിലും താഴെയുമായി 2 കണ്ണാടികളുണ്ട്. നിങ്ങൾ വിഷ്വൽ നോക്കിയാൽ മതി. അപ്പോൾ അവയ്ക്കിടയിൽ ഒരു പ്രകാശകണം, അതായത് ഫോട്ടോൺ, മുകളിലും താഴെയിലും തട്ടി സഞ്ചരിക്കുന്നു. ഓരോ തവണയും ഫോട്ടോൺ മുകളിലെ കണ്ണാടിയിൽ തട്ടി താഴേക്ക് മടങ്ങിയെത്തുമ്പോൾ നമ്മൾ ഒരു ടിക്ക് അല്ലെങ്കിൽ ഒരു സെക്കൻഡായി കണക്കാക്കുന്നു എന്ന് വിചാരിക്കുക. ഇനി ഈ ക്ലോക്ക് ബഹിരാകാശത്തിലെ ഒരു പേടകത്തിലിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. പേടകത്തിനുള്ളിലെ ഒരു ബഹിരാകാശ സഞ്ചാരിക്ക് ഈ ക്ലോക്ക് നിശ്ചലമാണ്, സ്റ്റേഷനറിയാണ്. കാര്യം അയാൾ നോക്കുമ്പോൾ അതിനകത്തിരിക്കുകയാണല്ലോ. ഫോട്ടോൺ നേരെ മുകളിൽ ചെന്ന് തട്ടുന്നു, താഴേക്ക് വരുന്നു. അയാൾക്കും ലളിതമായൊരു ടിക് ടോക്ക് താളത്തിൽ ഇത് കേൾക്കാൻ പറ്റും. ഈ ടിക്കുകൾ വളരെ കൃത്യവും കോൺസ്റ്റൻറ്റുമാണ്. എന്നാൽ ഇനി ഈ ഒരു പേടകം പ്രകാശ വേഗതയുടെ 80% വേഗതയിലേക്ക് സഞ്ചരിക്കുകയും അതിനെ ഭൂമിയിൽ നിന്ന് ഒരാൾ നോക്കുകയും ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നമ്മുടെ കാഴ്ചപ്പാടിൽ ആ ക്ലോക്ക് ഉൾപ്പെടെയുള്ള ആ സെറ്റപ്പ് സൈഡ് ബൈ സൈഡ് ചലിക്കുകയാണ്. വാഹനം ചലിക്കുകയാണ്, ആ വ്യക്തി ചലിക്കുകയാണ്, അതിൽ ക്ലോക്കും ചലിക്കുകയാണ്. ഫോട്ടോൺ എന്ന് പറയുന്നത് താഴത്തെ കണ്ണാടിയിൽ നിന്ന് മുകളിലത്തെ കണ്ണാടിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ആ എൻ്റയർ സിസ്റ്റം ചലിക്കുന്നത് കൊണ്ട് കണ്ണാടി അല്പം മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടാവും, മുകളിലത്തെ കണ്ണാടി. അതിനാൽ ഫോട്ടോൺ നേരെ മുകളിലേക്കല്ല സഞ്ചരിക്കുന്നത്, പകരം അത് നീളമേറിയ ഒരു കോണോട് കോണായ പാതയിലൂടെ സഞ്ചരിച്ചാണ് മുകളിലത്തെ കണ്ണാടിയിൽ തട്ടുന്നത്. തുടർന്ന് താഴത്തെ കണ്ണാടിയിലേക്ക് മടങ്ങി വരാൻ അതിന് വീണ്ടും മറ്റൊരു നീണ്ട കോണോട് കോണായി ചരിഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെയാണ് ഏറ്റവും നിർണായകമായ കാര്യം കടന്നു വരുന്നത്. പ്രകാശത്തിൻ്റെ വേഗതയുടെ കാര്യത്തിൽ നമ്മളെല്ലാവരും യോജിച്ചേ മതിയാവുമല്ലോ. പ്രകാശത്തിൻ്റെ വേഗത കോൺസ്റ്റൻ്റാണ്. അതാണ് ഐൻസ്റ്റീൻ്റെ 2ാമത്തെ തത്വം. എന്നാൽ ഭൂമിയിലുള്ള പെർസ്പെക്റ്റീവ് അനുസരിച്ച് പേടകത്തിനുള്ളിലെ ഫോട്ടോൺ എപ്പോഴത്തെയും പോലെ അതേ പ്രകാശവേഗത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ ഓരോ ടിക്കിനും അത് വ്യക്തവും കൂടുതൽ ദൂരവും സഞ്ചരിക്കുന്നതായി നമ്മൾ കാണുന്നു. വേഗത എന്നത് ദൂരത്തെ സമയം കൊണ്ട് ഹരിക്കുന്നതാണെങ്കിൽ വേഗത കോൺസ്റ്റൻ്റ് ആയിരിക്കുകയും ദൂരം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ കണക്കുകൾ ശരിയാകാൻ സമയവും വർദ്ധിച്ചേ മതിയാവും. അതായത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ടിക്കിൻ്റെ ദൈർഘ്യം കൂടുതലാണ്. ചലിക്കുന്ന ക്ലോക്ക് സാവധാനത്തിലാണ് ടിക്ക് ചെയ്യുന്നത്.
ബഹിരാകാശ സഞ്ചാരിയുടെ ടിക്ടോക്ക് നമുക്ക് ടീക്ക് ടോക്ക് എന്ന് കേൾക്കുന്നത് പോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. കൺഫ്യൂഷൻ ആയെങ്കിലും ഒന്നുകൂടെ കണ്ടു നോക്കിയിട്ട് തിരിച്ചു വരിക. നിങ്ങൾക്ക് ആ വിഷ്വലും എൻ്റെ എക്സ്പ്ലനേഷനും കൊണ്ട് ചിലപ്പോൾ നന്നായിട്ട് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു മായക്കാഴ്ചയൊന്നും അല്ല. ബഹിരാകാശ സഞ്ചാരികൾക്ക് സമയം തന്നെ വ്യത്യസ്തമായ നിരക്കിലാണ് ഫ്ലോ ചെയ്യുന്നത്. അവരുടെ ഹൃദയമിടിപ്പ്, ചിന്തകൾ, വാർദ്ധക്യം എന്നിവയൊക്കെ തന്നെ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നോക്കുന്ന ഒരാളുടെ കാഴ്ചപ്പാടിൽ വളരെ സ്ലോ ആണ്. ഇതിനെയാണ് എക്സാക്ട്ലി ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ സ്ഥലത്തിലൂടെ എത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നുവോ അത്രയും സാവധാനത്തിലായിരിക്കും നിങ്ങൾ സമയത്തിലൂടെ സഞ്ചരിക്കുന്നത്. ഈ ഒരു പ്രതിഭാസം സത്യമാണ്. ഇത് അളക്കപ്പെട്ടിട്ടുമുണ്ട്. അതിന് ഏറ്റവും നല്ല തെളിവാണ് ട്വിൻ പാരഡോക്സ് എന്ന് പറയുന്ന മറ്റൊരു ചിന്താ പരീക്ഷണം. ഇത്രയധികം പ്രശസ്തമായി ട്വിൻ പാരഡോക്സ് മാറാനുള്ള കാരണവും ടൈം ഡയലേഷൻ്റെ എക്സ്പ്ലനേഷനാണ്. ഒരുപോലെയുള്ള ഒരേ സമയത്ത് ജനിച്ച 2 ഇരട്ടകളിൽ ഒരാൾ ഭൂമിയിൽ നിൽക്കുകയും മറ്റൊരാൾ പ്രകാശ വേഗതയുടെ അടുത്ത വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു പേടകത്തിൽ ഒരു ദീർഘയാത്ര ചെയ്തിട്ട് മടങ്ങി വരികയും ചെയ്യുന്നു എന്ന് വിചാരിക്കുക. യാത്ര ചെയ്ത ഇരട്ടയായിട്ടുള്ള വ്യക്തിക്ക് മറ്റേ ആളേക്കാൾ, ഭൂമിയിലിരിക്കുന്ന ആളേക്കാൾ പ്രായം കുറവായിരിക്കും. യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന ബഹിരാകാശ സഞ്ചാരി തന്നേക്കാൾ പ്രായം കൂടി ചുളിവുകൾ വീണ തൻ്റെ സഹോദരനെ കണ്ട് ഞെട്ടിപ്പോകാനാണ് സാധ്യത. ബഹിരാകാശ യാത്ര നടത്തിയ ഇരട്ടയ്ക്ക് ഏതാനും വർഷങ്ങൾ മാത്രമാണ് ഈ പ്രായം കൂടിയതെങ്കിൽ ഭൂമിയിൽ പതിറ്റാണ്ടുകൾ കടന്നു പോയിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊരു ശാസ്ത്രകഥയൊന്നുമല്ല, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്കിതിൽ 2 സംശയങ്ങളുണ്ടാകാം. ഒന്ന്, ബഹിരാകാശ സഞ്ചാരിയും ഭൂമിയിലിരിക്കുന്ന ആളെയും വെച്ച് നോക്കുമ്പോൾ ബഹിരാകാശ സഞ്ചാരിക്ക് തോന്നുക ഓപ്പോസിറ്റ് ദിശയിൽ ഭൂമിയും തൻ്റെ ഇരട്ടയും പുറകോട്ട് പോകുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ ഭൂമിയിലിരുന്ന് ബഹിരാകാശ സഞ്ചാരി നോക്കുമ്പോൾ അയാൾക്ക് തോന്നുന്നതിൻ്റെ ഓപ്പോസിറ്റ് അയാൾക്ക് തിരിച്ചും തോന്നാം. അപ്പോൾ ഇതിൽ ആർക്കാണ് ടൈം ഡയലേഷൻ ഉണ്ടാകാനുള്ള സാധ്യത? അതിൻ്റെ ഉത്തരം പറയണമെങ്കിൽ നമ്മൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി മനസ്സിലാക്കണം. അത് ഞാൻ പറഞ്ഞു വരുന്ന വഴിക്ക് ഇതിൻ്റെ ആൻസർ പറയുന്നതായിരിക്കും. 2 പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രകാശ വേഗതയുടെ അടുത്ത വേഗത്തിൽ ബഹിരാകാശ വാഹനത്തിൽ പോകുന്ന സഞ്ചാരിക്ക് അനുഭവപ്പെടുന്നത് വർഷങ്ങളാവുകയും എന്നാൽ അയാളുടെ ശരീരത്തിൻ്റെ മാറ്റം മാത്രം സ്ലോ ആവുകയുമാണോ ചെയ്യുന്നത്? അല്ല. അയാൾ സാധാരണ പോലെ ഏതാനും വർഷങ്ങൾ ബഹിരാകാശത്തിരിക്കുന്നു, ഭൂമിയിലേക്ക് വരുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ എല്ലാ കാര്യങ്ങളും സെയിമാണ്. ഭൂമിയിലിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലുള്ള എല്ലാ ആളുകളുടെ കാര്യവും സെയിമാണ്. പക്ഷേ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ്, ഒബ്സർവർ മാറുന്നതിനനുസരിച്ചാണ് സത്യത്തിൽ വ്യത്യാസമുണ്ടാകുന്നത്. ഭൂമിയെ അപേക്ഷിച്ച് പ്രകാശ വേഗതയുടെ അടുത്ത വേഗത്തിൽ സഞ്ചരിച്ച ബഹിരാകാശ പേടകത്തിനാണ് ടൈം ഡയലേഷൻ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്കത് വ്യക്തമാണെങ്കിൽ നമുക്ക് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയോട് സംസാരിക്കണം. അപ്പോൾ ഇത് ശരിയാണോ എന്നറിയാൻ നമ്മുടെ റിയൽ ലൈഫിലുള്ള എക്സാമ്പിളുകൾ വേണ്ടേ? അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ GPS ഉപഗ്രഹങ്ങൾ. അത് മണിക്കൂറിൽ ഏകദേശം 14,000 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമിയെ ചുറ്റുന്നത്. ആ ഒരു വേഗതയിൽ അവരുടെ അകത്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവയുടെ അകത്ത് വെച്ചിരിക്കുന്ന അറ്റോമിക് ക്ലോക്കുകൾ സ്പെഷ്യൽ റിലേറ്റിവിറ്റി കാരണം ഓരോ ദിവസവും ഏകദേശം 7 മൈക്രോ സെക്കൻഡ് വീതം പതുക്കെയാകുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ പറയുന്ന ഗ്രാവിറ്റി എഫക്റ്റ് കൊണ്ടുണ്ടാവുന്ന ഒരു ടൈം ഡയലേഷൻ വരുന്നുണ്ട്. അത് നമ്മൾ പിന്നീട് പറയും. എന്തായാലും ഇവിടെ വരുന്നത് വേഗത കൊണ്ടുള്ള ടൈം ഡയലേഷനാണ്. അപ്പോൾ നമ്മൾ ഈ സൂക്ഷ്മമായ സമയ വ്യത്യാസം കൃത്യമായി കണക്കിലെടുക്കുന്നില്ല എങ്കിൽ GPS നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് മൊബൈലിൽ നമ്മൾ സ്ഥലമൊക്കെ നോക്കുമ്പോൾ ഓരോ ദിവസവും ഏകദേശം 10 കിലോമീറ്റർ വരെ നമ്മുടെ കാൽക്കുലേഷനിൽ പിശകുകൾ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഫോണിലെ മാപ്പുകൾ പ്രവർത്തിക്കുന്നത് നിലത്തുള്ള നമ്മളെക്കാൾ ഉപഗ്രഹങ്ങളിലെ സമയം കൃത്യമായിട്ട് സാവധാനത്തിൽ സഞ്ചരിക്കുന്നു എന്ന കാര്യം നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. പക്ഷേ സമയത്തെ ഇങ്ങനെ വലിച്ചു നീട്ടാൻ പറ്റുമെങ്കിൽ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ എന്താണ് അഭിപ്രായം? ഒരു നിമിഷം ചിന്തിച്ചു നോക്കിയേ. ഒരു ബഹിരാകാശ പേടകത്തിലെ ബഹിരാകാശ സഞ്ചാരി പുറത്തേക്ക് നോക്കുമ്പോൾ ഭൂമി അതിവേഗത്തിൽ പിന്നോട്ട് പോകുന്നതായിട്ടാണ് ട്വിൻ പാരഡോക്സിൽ കാണുക എന്ന് ഞാൻ പറഞ്ഞു. ആപേക്ഷികത തത്വം അനുസരിച്ച് അയാൾ ഭൂമിയിലെ നമ്മുടെ ക്ലോക്കുകൾ സാവധാനത്തിൽ പോകുന്നതായിട്ടല്ലേ കാണേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് 2 പേർക്കും ഒരേ സമയം മറ്റൊരാളുടെ ക്ലോക്ക് പതുക്കെയായി കാണാൻ കഴിയുന്നത്? ഇതൊരു വൈരുദ്ധ്യമല്ലേ? അല്ല. കാരണം പ്രപഞ്ചത്തിൽ പ്രകാശ വേഗതയുടെ സ്ഥിരത നിലനിർത്തണമെങ്കിൽ സ്ഥലവും നല്ല രീതിയിൽ വഴക്കമുള്ളതായിരിക്കണം, അതായത് മാറുന്നതായിരിക്കണം. ഇത് നമ്മളെ ലെങ്ത് കോൺട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് കൊണ്ടുവരുന്നു. മൂവിങ് ക്ലോക്കുകൾ പതുക്കെയാകുന്നത് പോലെ ചലിക്കുന്ന വസ്തുക്കൾ അവരുടെ ചലനത്തിൻ്റെ ദിശയിൽ ചുരുങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാളുടെ കാഴ്ചപ്പാടിൽ അതിവേഗത്തിൽ പോകുന്ന ഒരു ബഹിരാകാശ പേടകം നിശ്ചലാവസ്ഥയിലുള്ളതിനേക്കാൾ ചെറുതായി കാണപ്പെടും. വെറുതെ ചെറുതാകുന്നതല്ല, മറിച്ച് അത് സഞ്ചരിക്കുന്ന ദിശയിൽ ഞെരുങ്ങിയിരിക്കുന്നത് പോലെ മാറും. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ 100 മീറ്റർ നീളമുള്ള ഒരു പേടകം ഒരുപക്ഷെ 60 മീറ്റർ നീളമുള്ളതായി തോന്നാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാൽ പേടകത്തിൻ്റെ നീളം മാത്രമേ മാറൂ, ഉയരമോ വീതിയോ ചുരുങ്ങുന്നുണ്ടായിരിക്കുകയില്ല. ടൈം ഡയലേഷൻ പോലെ തന്നെ ഈ പ്രഭാവവും പരസ്പരമാണ്. പേടകത്തിലെ ജീവനക്കാർക്ക് അവരുടെ സ്വന്തം പേടകത്തിൽ അസാധാരണമായി ഒന്നും തോന്നുന്നില്ല.
അവരെ സംബന്ധിച്ചിടത്തോളം അതിന് 100 മീറ്റർ തന്നെയാണ് നീളം. എന്നാൽ അവർ പുറത്തേക്ക് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ഗ്രഹം അതിലെ സകല വസ്തുക്കളും ഉൾപ്പെടെ ചലനത്തിൻ്റെ ഓപ്പോസിറ്റ് ദിശയിൽ ചുരുങ്ങിയിരിക്കുന്നതായി, ലെങ്ത് കുറഞ്ഞിരിക്കുന്നതായി അവർ കാണുന്നു. അപ്പോൾ അബ്സല്യൂട്ടായിട്ടുള്ളൊരു സമയം ഇല്ലാത്തതുപോലെ അബ്സല്യൂട്ടായിട്ടുള്ളൊരു നീളവും ഇല്ല. രണ്ടും ഒബ്സർവറെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ ഒരു പ്രത്യേകതയാണ് സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈം ഡയലേഷൻ, ലെന്ത് കോൺട്രാക്ഷൻ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഇവ രണ്ടും മാത്തമാറ്റിക്കൽ മാത്രമല്ല, യഥാർത്ഥത്തിലുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഗുണവിശേഷമാണ്. പ്രപഞ്ചത്തിലെ ഒരേ ഒരു നിയമമായ പ്രകാശത്തിൻ്റെ സ്ഥിരമായ വേഗത ഒരിക്കലും ലംഘിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സ്വയം വലിച്ചു നീട്ടപ്പെടുകയും ചുരുങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘടനയാണ് നമ്മുടെ യൂണിവേഴ്സിനുള്ളത്. നമ്മുടെ യാത്ര തുടങ്ങിയത് ന്യൂട്ടൻ്റെ ലളിതമായിട്ടുള്ള ഒരു സ്പീഡ് അഡിഷൻ എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്നാണല്ലോ. ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ പ്രകാശ വേഗതയുടെ 90% വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ബഹിരാകാശ പേടകത്തിലാണെങ്കിൽ നിങ്ങൾ മുന്നോട്ടൊരു ലേസർ ബീമാണ് അടിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ന്യൂട്ടൻ്റെ നിയമം അനുസരിച്ച് അത് പ്രകാശ വേഗതയുടെ 190% വേഗത്തിൽ സഞ്ചരിക്കണം. പ്രകാശ വേഗതയും കിടന്ന് പിന്നെയും 90% അധികം വേഗത്തിൽ സഞ്ചരിക്കണം. എന്നാൽ അത് അസാധ്യമാണെന്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത്. അതുകൊണ്ട് തന്നെ ആപേക്ഷികതയിൽ വേഗത കൂട്ടിച്ചേർക്കുന്നതിന് നമുക്ക് പുതിയൊരു നിയമം ആവശ്യമുണ്ട്. സ്പേസിൻ്റെയും ടൈമിൻ്റെയും ഈ വിചിത്രമായ പെരുമാറ്റത്തെ കണക്കിലെടുക്കുന്ന ഒരു പുതിയ ഇക്വേഷൻ. അത് ഐൻസ്റ്റീനാണ് രൂപപ്പെടുത്തിയത്. നിങ്ങൾ പ്രകാശ വേഗതയോട് കൂടുതൽ അടുത്ത് വരുന്ന വേഗതകൾ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊരിക്കലും അതായത് പ്രകാശ വേഗതയായിട്ടുള്ള 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ 29,97,92,458 മീറ്റർ പെർ സെക്കൻഡിൽ എത്തുന്നില്ല. പ്രകാശ വേഗത ഒരു അസിംപ്റ്റോട്ട് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അസിംപ്റ്റോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തേക്ക് പോകാൻ കഴിയുന്ന എന്നാൽ ഒരിക്കലും മുറിച്ചു കടക്കാൻ കഴിയാത്ത ഒരു ബാരിയർ, ഒരു പരിധി. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ആ ഒരു ഫിനിഷിംഗ് ലൈൻ അങ്ങനെ തന്നെ നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ എത്ര വേഗതകൾ കൂട്ടിച്ചേർത്താലും അതിൻ്റെ ടോട്ടൽ റിസൾട്ട് ഒരിക്കലും പ്രകാശ വേഗത കവിയുന്നതല്ല എന്നീ സൂത്രവാക്യം ഭംഗിയായിട്ട് ഉറപ്പുവരുത്തുന്നു. സ്പേസും ടൈമും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഐൻസ്റ്റീൻ തിരിച്ചറിഞ്ഞു. ഒന്നിനെക്കുറിച്ച് സംസാരിക്കാതെ മറ്റൊന്നിനെക്കുറിച്ച് പറയാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അദ്ദേഹം അവയെ സ്പേസ് ടൈം എന്ന ഒരൊറ്റ 4D ആയിട്ടുള്ളൊരു ഘടനയിലേക്ക് സംയോജിപ്പിച്ചുകൊണ്ട് എടുത്തു. ഇതൊരാശയം മാത്രമല്ല, പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു സത്യമാണ്. ഈ 4 ഡയമെൻഷനുകളെ ചേർത്തുകൊണ്ട് അദ്ദേഹം കോസാലിറ്റി എന്നൊരു തത്വത്തെ കൊണ്ടുവന്നു. അതായത് ഒരു ഫലം ഉണ്ടാകണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകണം, ഒരു സംഭവം നടക്കണമെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവണം എന്നുള്ളതാണ് കോസാലിറ്റി. അപ്പോൾ ഈ കോസാലിറ്റിയിൽ ഈ റീസൺ എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ റിസൾട്ടിന് മുൻപ് സംഭവിക്കണം. ഇതൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള റൂളാണ്. നമ്മൾ സ്പെഷ്യൽ റിലേറ്റിവിറ്റിയെക്കുറിച്ചുള്ള നമ്മുടെ പര്യവേഷണത്തിൻ്റെ അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും പ്രശസ്തമായ ഭാഗം നമ്മൾ അവസാനത്തേക്ക് മാറ്റി വച്ചിരിക്കുന്നു. ഐൻസ്റ്റീൻ തൻ്റെ സിദ്ധാന്തത്തിൻ്റെ റിസൾട്ടുകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാസിനെക്കുറിച്ച് വളരെ ആഴത്തിലുള്ളൊരു കാര്യം തിരിച്ചറിഞ്ഞു. ന്യൂട്ടോണിയൻ വേൾഡിൽ അല്ലെങ്കിൽ ന്യൂട്ടൺ കണ്ടുപിടിച്ച തിയറിയിൽ മാസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മാത്രമായിരുന്നു, അതിനകത്തുള്ള പദാർത്ഥത്തിൻ്റെ അളവ്. എന്നാൽ റിലേറ്റിവിറ്റിക്കകത്ത് ഒരു വസ്തുവിനെ പ്രകാശ വേഗതയോട് അടുത്ത് എത്തിക്കാൻ വേണ്ടി നമ്മൾ ആക്സലറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് കൂടുതൽ എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇനർഷ്യ വർദ്ധിക്കുന്നത് പോലെ നമുക്ക് തോന്നും, ജഡത്വം വർദ്ധിക്കുന്നത് പോലെ തോന്നും. അപ്പോൾ പ്രകാശ വേഗതയുടെ അടുക്കും തോറും അതിനെ തള്ളാൻ, അതിൻ്റെ ആക്സലറേഷൻ കൂട്ടാൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. ഇത് ഐൻസ്റ്റീനെ ഏറ്റവും ഫേമസ് ആയ അദ്ദേഹത്തിൻ്റെ സമവാക്യത്തിലേക്കാണ് നയിച്ചത്. E=mc². ഇതിനെ നമ്മൾ ദ ലോ ഓഫ് മൊമെൻറ്റം എന്ന് പറയും. ന്യൂട്ടൻ്റെ പ്രശസ്തമായിട്ടുള്ള മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. മൊമെൻറ്റം = മാസ് ഇൻറ്റു വെലോസിറ്റി. ക്ലാസിക്കൽ ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണിക്കല്ലാണ് ഈ ഇക്വേഷൻ. അതിന് കിട്ടിയൊരു പുതുക്കലാണ് സത്യത്തിൽ E=mc² എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന സ്പീഡുകളിൽ ഇത് കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. P=mv എന്ന് പറയുന്ന ഇക്വേഷൻ. ഒരു ക്രിക്കറ്റ് പന്ത് എറിയുമ്പോഴോ ഒരു കാർ ഓടിക്കുമ്പോഴോ ഈ നിയമം തികച്ചും ശരിയാണ്. എന്നാൽ ഒരു വസ്തു പ്രകാശ വേഗതയുടെ അടുക്കുന്ന സമയത്ത് ഈ ഒരു സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളൊരു പുഴയിലൂടെ ബോട്ട് തള്ളുന്നത് പോലെ സങ്കല്പിക്കുക. സാധാരണ വേഗതയിൽ നമ്മൾ കൂടുതൽ ശക്തി പ്രയോഗിക്കുമ്പോൾ ബോട്ടിൻ്റെ വേഗത അതിനനുസരിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ വേഗത കൂട്ടുന്തോറും പുഴയുടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് തേൻ പോലെ വളരെ കട്ടിയായി മാറാൻ തുടങ്ങിയാലോ? നിങ്ങൾ കൂടുതൽ ശക്തി പ്രയോഗിക്കുന്നതിനനുസരിച്ച് ഈ വെള്ളത്തിൻ്റെ സ്വഭാവം തന്നെ മാറുന്നു. അതോടെ ബോട്ടിന് നീങ്ങാൻ പറ്റാതെയാകുന്നു. അങ്ങനെ ഓരോ തള്ളിനും നമുക്ക് കൊടുക്കുന്ന ആക്സിലറേഷൻ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയുണ്ടാവും. ഇതാണ് പ്രകാശ വേഗതയോട് അടുക്കുമ്പോൾ സംഭവിക്കുന്നത്. നിങ്ങളൊരു വസ്തുവിന് ആക്സിലറേഷൻ കൊടുത്ത് അതിന് കൂടുതൽ ഊർജം കൊടുത്തുകൊണ്ട് വേഗത കൂട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത്
നമുക്ക് വളരെ കട്ടിയേറിയ ഒരു വസ്തുവിനെ കടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് റിലേറ്റിവിസ്റ്റിക് മൊമെൻറ്റം എന്ന് പറയുന്ന പുതിയൊരു കൺസെപ്റ്റിൻ്റെ ഇക്വേഷൻ ആവശ്യമായിട്ട് വരും. വസ്തുവിൻ്റെ വേഗത പ്രകാശ വേഗതയായിട്ടുള്ള സിയോട് അടുക്കുന്ന സമയത്ത് ഇൻഫിനിറ്റായിട്ട് നീങ്ങുന്ന ഒന്നായിട്ട് സൂത്രവാക്യം പരിഷ്കരിക്കപ്പെടുന്നുണ്ട്. മാസുള്ള ഏതൊരു വസ്തുവിനെയും പ്രകാശ വേഗതയിൽ എത്തിക്കാൻ നമുക്ക് ഇൻഫിനിറ്റ് ആയിട്ടുള്ള അളവിൽ എനർജി ആവശ്യമായി വരുമെന്നാണ് ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉറപ്പുവരുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം എനർജി കൊടുത്താലും പ്രകാശ വേഗതയുടെ അടുത്ത വേഗത്തിൽ മാസുള്ള ഒരു വസ്തുവിനെ എത്തിക്കാൻ കഴിയില്ല. കാരണം ഇൻഫിനിറ്റ് എനർജി വേണം അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് മാസുള്ള വസ്തുക്കൾ എത്താൻ. പ്രകാശത്തിന് മാസില്ല, അതുകൊണ്ടാണ് പ്രകാശത്തിന് പ്രകാശ വേഗതയുള്ളത്. സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയല്ല, യൂണിവേഴ്സിലുള്ള ഏറ്റവും കൂടിയ വേഗത, ഒരു വസ്തുവിന് എത്താൻ പറ്റുന്ന ഏറ്റവും കൂടിയ വേഗതയായിരിക്കണം. ആ വസ്തുവിന് മാസ് ഉണ്ടാവാൻ പാടില്ല. മാസുള്ള വസ്തുക്കളെ പ്രകാശ വേഗതയിൽ എത്തിക്കാൻ സാധിക്കില്ല. ഈ എനർജിയെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഡീപ്പായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഐൻസ്റ്റീൻ്റെ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവിൻ്റെ ഊർജ്ജത്തെ ഒരു ബാങ്ക് അക്കൗണ്ട് പോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. വേഗത കൂടുമ്പോൾ ഒരു വസ്തുവിൻ്റെ മാസ് യഥാർത്ഥത്തിൽ വർദ്ധിക്കുന്നുണ്ടോ? ആക്ച്വലി റിലേറ്റിവിറ്റിയുടെ ആദ്യകാലങ്ങളിൽ ഫിസിസിസ്റ്റുകൾ പലപ്പോഴും വേഗതയ്ക്കനുസരിച്ച് വർദ്ധിക്കുന്ന ഒന്നാണ് മാസ് എന്നും അതുകൊണ്ട് റിലേറ്റിവിസ്റ്റിക് മാസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചും പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റി ആയിട്ടുള്ള ഫിസിസിസ്റ്റുകളൊക്കെ തന്നെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് ഇഷ്ടപ്പെടുന്നത്. അത് ചേഞ്ച് ചെയ്യാത്തൊരു ഗുണമാണ് മാസ് എന്നുള്ളതാണ്. E=mc² എന്നതിലെ m എന്ന് പറയുന്നത് അതാണ്. അതുപോലെ തന്നെ വേഗത കൂടുമ്പോൾ വസ്തുവിൻ്റെ ഇത്രയും വിചിത്രമായൊരു സിദ്ധാന്തത്തിന് ശക്തമായൊരു തെളിവ് നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് ധാരാളമായി ലഭിച്ചിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. CERN എന്ന് പറയുന്ന ഗവേഷണ സ്ഥാപനത്തിലെ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പോലെയുള്ള പാർട്ടിക്കിൾ ആക്സലറേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രോട്ടോണുകൾ പോലെയുള്ള ചെറിയ കണങ്ങളെ ഏകദേശം 27 കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിലൂടെ പ്രകാശ വേഗതയുടെ 99.999% വരെ വേഗത്തിൽ ആക്സലറേറ്റ് ചെയ്തതിന് ശേഷം പരീക്ഷിക്കുന്ന സമയത്ത് ഈ വേഗതകളിൽ ടൈം ഡയലേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അതിശയകരമായിട്ടുള്ള രീതിയിൽ ഒബ്സർവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ പ്രോട്ടോണുകൾ വളരെ വേഗത്തിൽ സഞ്ചരിച്ച് കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന പല കണങ്ങളും അൺസ്റ്റേബിളാണ്. അവ ഒരു സെക്കൻഡിൻ്റെ കോടിക്കണക്കിന് അംശം കൊണ്ട് മറ്റ് കണങ്ങളായിട്ട് വിഘടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അവ പ്രകൃതിയുടെ വളരെ ചെറിയ നിമിഷത്തേക്ക് മാത്രം നിലനിൽക്കുന്ന മിന്നാമിന്നികളാണ്. എന്നാൽ പ്രകാശ വേഗതയുടെ അടുത്ത് നമ്മൾ ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് ലാബിലെ ശാസ്ത്രജ്ഞർ അളക്കുന്നതിനനുസരിച്ച് അവയുടെ ആയുസ് വർദ്ധിക്കുന്നതായി കാണാൻ പറ്റും. അതായത് പ്രകാശ വേഗതയുടെ അടുത്ത വേഗതയിലാണ് വളരെ പെട്ടെന്ന് ഉണ്ടായി നശിച്ചു പോകുന്ന കണങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ പ്രവചിച്ചതുപോലെ തന്നെ അവയ്ക്ക് നിലനിൽക്കേണ്ടതിൻ്റെ ആയിരക്കണക്കിന് കൂടുതൽ മടങ്ങ് കാലത്തേക്ക് അതിന് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് വിഘടിച്ച് പോകുന്നതിന് മുമ്പ് നമുക്ക് തുരങ്കത്തിലൂടെ അവയ്ക്ക് ചുറ്റാനുള്ള സമയം ലഭിച്ചിരിക്കുന്നു. ഇതിന് ക്ലാസിക്കായിട്ടുള്ള മറ്റൊരു തെളിവ് ആകാശത്ത് നിന്ന് വരുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ ഈ വീഡിയോ ചെയ്യുന്നതിന് 2 വീഡിയോ മുമ്പ് മ്യൂൺസ് എന്ന് പറയുന്ന കണങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അത് നിങ്ങൾ കണ്ടുവയ്ക്കാൻ മതി. ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ മുകളിലെത്തുന്ന കോസ്മിക് കിരണങ്ങൾ നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന സ്ഫോടനങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നത്. എന്നാൽ ഇവ അന്തരീക്ഷത്തിലെ ഓക്സിജനും നൈട്രജനുമായിട്ട് കൂട്ടിയിടിക്കുമ്പോൾ മ്യൂണുകൾ എന്ന് പറയുന്ന അൺസ്റ്റേബിളായിട്ടുള്ള കണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മ്യൂണുകൾക്ക് ഏകദേശം 2.2 മൈക്രോ സെക്കൻഡ് മാത്രമേ ആയുസുള്ളൂ. സോ ക്ലാസിക്കൽ തിയറി അനുസരിച്ച് പ്രകാശ വേഗതയുടെ അടുത്ത് സഞ്ചരിച്ചാൽ പോലും അവ വിഘടിക്കുന്നതിന് മുമ്പ് ഏകദേശം ഒരു 660 മീറ്റർ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കൂ. അതായത് ഉണ്ടായി 660 മീറ്റർ ഭൂമിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് മറ്റ് കണങ്ങളായിട്ട് മാറും. എന്നാൽ യഥാർത്ഥത്തിൽ ഭൂമിയുടെ സർഫസിൽ എല്ലായിടത്തും മ്യൂണുകൾ എത്തുന്നുണ്ട്. അതായത് അവ ഉണ്ടായി പിന്നെയും 10 കിലോമീറ്ററിലധികം സഞ്ചരിച്ചതിന് ശേഷമാണ് ഭൂമിയിലെത്തുന്നത്. അതായത് മ്യൂൺസ് ഉണ്ടാകുന്നത് ഇവിടെ നിന്ന് 10 കിലോമീറ്റർ ഉയരത്തിലാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇവയെ കൂട്ടത്തോടെ കാണുന്നത്? ഇവിടെയാണ് ആപേക്ഷികതയുടെ പ്രവർത്തനം വരുന്നത്. നമ്മുടെ കാഴ്ചപ്പാടിൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് മ്യൂണുകളുടെ ഇൻറ്റേർണൽ ക്ലോക്കുകൾ വിശ്വസിക്കാൻ കഴിയാത്തത്ര സാവധാനത്തിലാണ് ടിക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അതായത് മ്യൂണുകൾക്ക് ടൈം ഡയലേഷൻ സംഭവിക്കുന്നുണ്ട്. അവയ്ക്കുള്ളിലിരുന്ന് കൊണ്ട് നോക്കുന്ന സമയത്ത് അവ ഉണ്ടായി 2.2 മൈക്രോ സെക്കൻഡ് മാത്രമേ അത് സഞ്ചരിക്കുന്നുള്ളൂ. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവയുടെ എക്സിസ്റ്റൻസ് വളരെ ദൈർഘ്യമേറിയതായി മാറുന്നു. ഈ ഒരു സമയം കൊണ്ട് അതിന് ഭൂമിയിലെത്താൻ ധാരാളമായി സമയം ലഭിക്കുന്നുണ്ട്. എന്നാൽ മ്യൂണിൻ്റെ കാഴ്ചപ്പാടോ അതിന് സമയം സാധാരണ പോലെയാണ് പോകുന്നത്. അതിൻ്റെ വേഗത കാരണം മുകളിലത്തെ അന്തരീക്ഷത്തിൽ നിന്ന് നിലത്തേക്കുള്ള ദൂരം അതിന് കുറവായിട്ട് തോന്നുന്നുണ്ട്. മ്യൂണിനെ സംബന്ധിച്ച് അവിടെ ലെങ്ത് കോൺട്രാക്ഷൻ സംഭവിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് അതിന് ടൈം ഡയലേഷൻ സംഭവിക്കുന്നു. സോ 10 കിലോമീറ്റർ ദൂരം മ്യൂണിനെ സംബന്ധിച്ചിടത്തോളം ഏതാനും 100 മീറ്ററുകൾ മാത്രമായി ചുരുങ്ങിയതായി തോന്നും. അതിനാൽ തന്നെ അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ജീവിത സാഹചര്യത്തിനുള്ളിൽ എളുപ്പത്തിൽ ആ ദൂരം താണ്ടി അത് ഭൂമിയുടെ സർഫസിലെത്തുന്നു. അപ്പോൾ ഈ 2 കാഴ്ചപ്പാടുകളും ഒരു സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ന്യൂട്ടൻ്റെ ഭൗതികശാസ്ത്രം അനുവദിക്കുന്നതിനേക്കാൾ കൂടുതൽ മ്യൂണുകളെ നമ്മൾ കാണുന്നുണ്ട്.
ഈ പരീക്ഷണങ്ങൾ വെറും ഒരു സ്ഥിരീകരണങ്ങൾ മാത്രമല്ല, അവ ആധുനിക ഫിസിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈനംദിന യാഥാർത്ഥ്യങ്ങളാണ്. സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറിയുടെ സാധ്യതകൾ ഉപയോഗിക്കുന്ന ഒരു ലോകത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാം. പ്രകാശത്തിന് മനസ്സുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ പ്രകാശത്തിന് എങ്ങനെയാണ് ടൈം ഡയലേഷനിൽ എന്തൊരു കോൺട്രാക്ഷനും ഫീൽ ചെയ്യുക? സൂര്യനിൽ നിന്നൊരു പ്രകാശരശ്മി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രകാശരശ്മിക്ക് സമയം അനുഭവപ്പെടില്ല. അത് സഞ്ചരിച്ച് ഭൂമിയിൽ എത്തുന്നത് വരെയുള്ള സമയമേ പ്രകാശരശ്മിക്ക് തോന്നില്ല. സമയം തോന്നിയാലല്ലേ ദൂരം തോന്നും. അതായത് പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് സമയം 0 പ്രകാശ വേഗതയുടെ അടുത്ത വേഗതയിൽ സഞ്ചരിക്കുന്ന വസ്തുക്കൾക്കാണ് ടൈം ഡയലേഷൻ അനുഭവപ്പെടുന്നത്. ഇത്രയുമാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതി. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് കൂടുതൽ സങ്കീർണമായ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലേക്കാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ടൈം ബോർഡ് അനുസരിച്ച് വീണ്ടും കണ്ടു നോക്കുക. എന്നിട്ട് കൂടുതൽ സംശയങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ പല സംശയങ്ങളും ദൂരീകരിക്കപ്പെട്ടു എന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ളൊരു സിദ്ധാന്തം തന്നെയായിരുന്നു. അതിന് അക്കാലം വരെ വിശ്വസിച്ച് വെച്ചിരുന്ന ഫിസിക്സിൻ്റെ അടിത്തറ തന്നെ ഇളക്കാൻ സാധിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അപ്പോഴും ഐൻസ്റ്റീൻ അതൊരു പൂർണ്ണമായിട്ടുള്ള സിദ്ധാന്തമായിട്ട് തോന്നിയില്ല. കാരണം താൻ മുന്നോട്ട് വെച്ച 1905 സിദ്ധാന്തത്തിൽ ഉൾപ്പെടുത്താത്ത കുറേ കാര്യങ്ങൾ ഇനിയും പറയേണ്ടതും അറിയേണ്ടതുമായിട്ടുണ്ട് എന്നും അതിന് ഇക്വേഷനുകൾ കണ്ടെത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്നും ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ കണ്ടീഷൻസ് എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന സ്പെഷ്യൽ റിലേറ്റിവിറ്റിയിൽ ഉൾപ്പെടാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ഐൻസ്റ്റീൻ ആരംഭിച്ചു. അപ്പോൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ, ഇതുവരെ പറഞ്ഞ കുറേ കാര്യങ്ങൾ പൂർണ്ണമാണ് എന്ന് തോന്നാം. പക്ഷേ ചില പ്രശ്നങ്ങൾ ഒളിച്ചിരിക്കുന്നില്ലേ? ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന 2 ഒബ്സർവേഴ്സിനാണ് എല്ലാ ഫിസിക്സിൻ്റെ നിയമങ്ങളും തുല്യം. അവിടെ തന്നെ പ്രശ്നമുണ്ട്. ഒരേ വേഗത എപ്പോഴും ഒരേപോലെ അല്ല. ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്ത് ആ റോക്കറ്റ് ഭൂമിയിൽ നിൽക്കുന്ന 0 വേഗതയിൽ നിന്നും അതൊരു സെർട്ടൈൻ വേഗതയിലേക്ക് എത്തിച്ചേർന്ന് ഭൂമിയുടെ ഗുരുത്വാകർഷണം ഭേദിച്ച് പോകുമ്പോൾ ഈ ഗുരുത്വാകർഷണം ഭേദിക്കുന്നത് വരെ അതിൻ്റെ വേഗത കൂടിക്കൊണ്ടിരിക്കുകയാണ്, വേഗത ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നതാണ് ആക്സിലറേഷൻ. നമ്മൾ എ എന്ന് പറയും. എ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. വാഹനങ്ങളിൽ എന്തിനാണ് ആക്സിലറേറ്റർ ഉപയോഗിക്കുന്നത്? വേഗത കൂട്ടാനാണ്. സോ ഒരു വസ്തു കൃത്യമായ വേഗതയിൽ സഞ്ചരിക്കുന്നതിന് മുമ്പ് അതിന് ആ വേഗത കൈവരിക്കണം. അതിന് ആക്സിലറേഷൻ ആവശ്യമുണ്ട്. അതല്ലെങ്കിൽ ഒരു കാറിൽ നമ്മൾ പോകുന്ന സമയത്ത് ആ കാറ് വളവ് തിരിയുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ആക്സിലറേഷൻ ഉണ്ട്. ത്വരണമെന്ന് മലയാളത്തിൽ പറയും. ഭൂമി ദീർഘവൃത്താകാരമായ പാതയിൽ സൂര്യന് ചുറ്റുമ്പോഴും ആ പ്രതിഭാസമുണ്ട്. ഒരു കല്ല് മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോഴും തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോഴും ഒക്കെ തന്നെ സംഭവിക്കുന്നത് ആക്സിലറേഷനാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് വിധേയമായ ഒരു വസ്തു താഴേക്ക് വീണാൽ സ്വാഭാവികമായിട്ടും ഭൂമിയുടെ അടുത്ത് വരുന്തോറും ഗുരുത്വാകർഷണത്തിൻ്റെ സ്വാധീനത്തിൽ അതിൻ്റെ ആക്സിലറേഷൻ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എങ്ങനെയാണ് ഒബ്സർവേഴ്സിൻ്റെ നിയമങ്ങൾ വരുന്നത്? മുമ്പ് പറഞ്ഞ പോലെ തന്നെ തിൻ പാരഡോക്സ് വരുന്ന സമയത്ത് 2 പേരും ഒരേ വേഗതയിൽ ഓപ്പോസിറ്റ് ദിശയിൽ സഞ്ചരിക്കുന്നതായിട്ട് ചിന്തിച്ചാൽ, അതായത് ഭൂമിയിൽ നിൽക്കുന്ന ആൾ റോക്കറ്റ് പോകുന്ന തൻ്റെ ഇരട്ട ഒരു കൃത്യമായ വേഗതയിൽ ഭൂമിയിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ റോക്കറ്റിൽ ഇരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ബഹിരാകാശ പേടകത്തിൽ ഇരിക്കുന്ന വ്യക്തി തിരിച്ച് ഭൂമിയും തൻ്റെ ഇരട്ടയും പുറകോട്ട് സഞ്ചരിക്കുകയാണ്, തൻ്റെ വാഹനം അനങ്ങാതെ നിൽക്കുകയാണെന്ന് വിശ്വസിച്ചാൽ എങ്ങനെ അറിയാൻ പറ്റും ആർക്കാണ് ടൈം ഡയലേഷൻ ഉണ്ടായത്? അപ്പോൾ ഇതൊരു പ്രശ്നമായിട്ട് നിലനിന്നു. അപ്പോൾ അതായിരുന്നു സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറിയിലെ ഒന്നാമത്തെ സിദ്ധാന്തം കൊണ്ടുണ്ടായ കൺഫ്യൂഷൻ. രണ്ടാമത്തെ ഒരു പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ വേഗതയും അതുപോലെ തന്നെ 10-200-300 വർഷമായിട്ട് ലോകം വിശ്വസിച്ച് വച്ചിരിക്കുന്ന ന്യൂട്ടൺ മുന്നോട്ട് വെച്ച ചില ആശയങ്ങളുമായിട്ടുള്ള പൊരുത്തക്കേടായിരുന്നു. ഐൻസ്റ്റീൻ പറയുന്ന സിദ്ധാന്തം അനുസരിച്ച് മാത്തമാറ്റിക്കലി പലതരത്തിലുള്ള മറ്റ് ഗവേഷകരുടെയും മാക്സ്വെല്ലിൻ്റെ ഒക്കെ തന്നെ സഹായത്തോടു കൂടി പ്രകാശവേഗത കോൺസ്റ്റൻ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൺ മുന്നോട്ട് വെച്ച ഗ്രാവിറ്റേഷണൽ എഫക്റ്റുകൾ അല്ലെങ്കിൽ ഗ്രാവിറ്റി എന്ന് ന്യൂട്ടൺ പറഞ്ഞ ബലത്തിൻ്റെ പ്രാധാന്യം എങ്ങനെ പ്രകാശത്തിൻ്റെ വേഗതയുടെ കാര്യവുമായിട്ട് ഒത്തുപോകും? അവിടെ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാം. എങ്ങനെയാണ് പ്രകാശവേഗതയും ഗ്രാവിറ്റിയും തമ്മിൽ ബന്ധപ്പെടുക? ഉദാഹരണത്തിന്, സൂര്യൻ ഭൂമിയിൽ നിന്ന് 8 പ്രകാശ മിനിറ്റ് അകലെയാണ് നിൽക്കുന്നത്. അതായത് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തിച്ചേരാൻ ഏകദേശം 8 മിനിറ്റ് അല്ലെങ്കിൽ 500 സെക്കൻഡ് എടുക്കും. അത്രയ്ക്ക് സമയം വേണം പ്രകാശത്തിന് സഞ്ചരിക്കാൻ. സപ്പോസ് പെട്ടെന്ന് സൂര്യൻ അപ്രത്യക്ഷനായി പോവുകയാണ് എങ്കിൽ ഭൂമിയിലിരിക്കുന്നൊരു വ്യക്തി അത് അറിയുന്നത്, സൂര്യൻ അയാളുടെ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് സൂര്യൻ അപ്രത്യക്ഷമായി 8 മിനിറ്റുകൾക്ക് ശേഷമായിരിക്കും. അവസാനത്തെ പ്രകാശവും ഭൂമിയിൽ എത്തിച്ചേരണ്ടേ?
എന്നാൽ ഐൻസ്റ്റീൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് വിരുദ്ധമായി ന്യൂട്ടൺ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഫോഴ്സ് 2 മാസുകൾ തമ്മിൽ ആകർഷിക്കപ്പെടുന്നതിൻ്റെ ഫലമാണെന്നും അതൊരു ഇൻവിസിബിൾ ചരട് പോലെയാണെന്നും അത് ഇൻസ്റ്റൻറ്റേനിയസ് ആണ് എന്നുമാണ്, തൽക്ഷണമാണ് എന്നുള്ളതുമാണ്. അതിൻ്റെ അർത്ഥം ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം വളരെയധികം സ്പോണ്ടേനിയസ് ആണ് എന്നും സൂര്യൻ അപ്രത്യക്ഷമാകുന്ന നിമിഷം ഭൂമിക്ക് മുകളിലുള്ള ബലം വിട്ടതിനു ശേഷം ഭൂമി ബഹിരാകാശത്തേക്ക് തെറിച്ചു പോകുമെന്നാണ് അർത്ഥം. അപ്പോൾ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം പ്രകാശ വേഗതയേക്കാൾ വേഗത്തിൽ എങ്ങനെ നിലനിൽക്കും? കാരണം പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ ഒന്നിനും സഞ്ചരിക്കാൻ സാധിക്കില്ല, ഇൻഫർമേഷന് പോലും സഞ്ചരിക്കാൻ സാധിക്കില്ല, സോ ഗ്രാവിറ്റിക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല. അപ്പോൾ സൂര്യൻ അപ്രത്യക്ഷമായാൽ 8 മിനിറ്റ് കഴിഞ്ഞേ പ്രകാശം അപ്രത്യക്ഷമാവും ഭൂമിയിലേക്ക് എത്തുന്ന. എന്നാൽ ഗ്രാവിറ്റി സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ ഇല്ലാതാവുകയാണെങ്കിൽ അത് ഐൻസ്റ്റീൻ മുന്നോട്ട് വെച്ച സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറിയിലെ 2ാമത്തെ പോസ്റ്റുലേറ്റിന് എതിരാണ്. അപ്പോൾ പ്രകാശ വേഗതയും ഗ്രാവിറ്റിയും തമ്മിലുള്ള ബന്ധത്തിലുള്ള പ്രശ്നത്തിനെ പരിഹരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഐൻസ്റ്റീന് മനസ്സിലായി. അങ്ങനെ അടുത്ത 10 വർഷം നീണ്ട കഠിനമായിട്ടുള്ള ഒരു ബുദ്ധിപരമായിട്ടുള്ള മാരത്തണായിരുന്നു പിന്നീട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജീവിതം. ഒരു പുതിയ ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വഴി ആരംഭിക്കുന്നത് അദ്ദേഹം പിന്നെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ചിന്ത എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അത് മറ്റൊരു ഗംഭീരമായ ചിന്താ പരീക്ഷണമായിരുന്നു. ഈ ബേണിലെ പേറ്റന്റ് ഓഫീസിലെ കസേരയിൽ ചാഞ്ഞിരുന്നു കൊണ്ടാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിരുന്നല്ലോ. പക്ഷേ ആ സമയത്ത് അദ്ദേഹം ചിന്തിച്ച മറ്റൊരു കാര്യമുണ്ട്. തൻ്റെ പേറ്റന്റ് ഓഫീസിൻ്റെ ജനലിൻ്റെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു വലിയ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഉണ്ട്. സോ ആ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരാൾക്ക് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും അനുഭവപ്പെടുക എന്നൊരു സംശയം ഐൻസ്റ്റീൻ്റെ മനസ്സിലേക്ക് ഉദിച്ചു വന്നു. ഉത്തരം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. അയാൾ സ്വന്തം ഭാരം അനുഭവപ്പെടാതെ ആയിരിക്കും ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണാൽ അനുഭവിക്കുക. ഈ ചിന്തയെ നമുക്കൊന്ന് വികസിപ്പിക്കാം. ജനലുകളില്ലാത്ത ഒരു പെട്ടി പോലെയുള്ള അടച്ച ഒരു എലിവേറ്ററിൽ ഒരാൾ നിൽക്കുന്നതായി സങ്കല്പിക്കുക. ഗുരുത്വാകർഷണ സ്വാധീനങ്ങളൊന്നുമില്ലാത്ത വിദൂര ബഹിരാകാശത്ത് അയാൾ ഭാരമില്ലാതെ അങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്. പെട്ടെന്ന് എലിവേറ്ററിൻ്റെ അടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു റോക്കറ്റ്, അതിൻ്റെ എൻജിൻ ഒരു ശക്തമായിട്ടുള്ള ആക്സിലറേഷനോടുകൂടി മുകളിലേക്ക് തള്ളാൻ ആവശ്യമായ രീതിയിൽ ജ്വലിക്കുന്നു. നമ്മുടെ റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ റോക്കറ്റിനകത്ത് ഒരാൾ ഇരിക്കുന്നത് പോലെ ബഹിരാകാശത്ത് ഒരാളൊരു എലിവേറ്റർ ഇരിക്കുന്നു, അതിനൊരു റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് തള്ളുന്നു എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ അയാളുടെ എലിവേറ്റർ മുകളിലേക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങുകയാണ്. ഭൂമിയിലെ ഗുരുത്വാകർഷണത്തിന് തുല്യമായിട്ടുള്ള ആക്സിലറേഷനിൽ, അതായത് സെക്കൻഡിൽ 9.8 മീറ്റർ എന്നുള്ള കണക്കിലാണ് റോക്കറ്റിൻ്റെ എൻജിൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ്റെ പാദങ്ങൾ എലിവേറ്ററിൻ്റെ തറയിൽ ശക്തമായിട്ട് അമർന്നിരിക്കും. അയാളൊരു പന്ത് താഴേക്കിട്ടാൽ അത് ഭൂമിയിൽ വീഴുന്ന അതേ രീതിയിൽ തന്നെ തറയിലേക്ക് വീഴാനും തുടങ്ങും. സങ്കല്പിച്ച് നോക്കിയാൽ മതി. വാസ്തവത്തിൽ തൻ്റെ അടഞ്ഞ പെട്ടിക്കുള്ളിൽ താൻ ബഹിരാകാശത്ത് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണോ അതോ അയാൾ ഗുരുത്വാകർഷണ മണ്ഡലത്തിൽ ഭൂമിയിൽ നിൽക്കുകയാണോ അല്ലെങ്കിൽ നിശ്ചലമായി ഇരിക്കുകയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പരീക്ഷണവും അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കില്ല. കാരണം ആക്സിലറേറ്റ് ചെയ്യുന്ന ആ ഒരു ശൂന്യതയിൽ ആക്സിലറേറ്റ് ചെയ്യുന്ന ആ ഒരു വാഹനത്തിനകത്ത് അയാൾ അനുഭവിക്കുന്ന അതേ എഫക്റ്റാണ് ഭൂമിയിലിരിക്കുന്ന ഒരു വ്യക്തി ഗ്രാവിറ്റിയിൽ അനുഭവിക്കുന്നത്. ഇനി ഇതിന് വിപരീതമായിട്ടുള്ള മറ്റൊരു സാഹചര്യം സങ്കല്പിക്കുക. ഇതേ മനുഷ്യൻ തൻ്റെ എലിവേറ്ററിൽ തന്നെ നിൽക്കുകയാണ്, പക്ഷേ ഇത്തവണ അയാൾ നിൽക്കുന്നത് ഭൂമിയിലാണ്. അയാൾ തൻ്റെ ഭാരം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് എലിവേറ്ററിനെ താങ്ങി നിർത്തിയിരിക്കുന്ന കേബിൾ പൊട്ടിപ്പോയി. അത് സ്വതന്ത്രമായി താഴേക്ക് പതിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് തറയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ചെറിയ നിമിഷം, ആ മനുഷ്യനും എലിവേറ്ററിലുള്ള എല്ലാ വസ്തുക്കളും ഒരേ നിരക്കിലാണ് താഴേക്ക് വീഴുന്നത്. ആ വീഴുന്ന സമയത്ത് അയാൾ അനുഭവിക്കുന്നത് ബഹിരാകാശത്ത് നിൽക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ്. ഭാരമില്ലാതെ പൊങ്ങിക്കിടക്കുക. അയാൾ കയ്യിൽ നിന്നൊരു പന്ത് താഴേക്കിട്ടാൽ അത് അയാളുടെ അരികിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയുള്ളൂ. ഭൂമിയുടെ ഗുരുത്വാകർഷണം അവിടെ അനുഭവപ്പെടില്ല. ഇപ്പോഴത്തെ സമയത്ത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുള്ളവർ എന്താണ് അനുഭവിക്കുന്നത്? അതേ കാര്യം. അപ്പോൾ ഗുരുത്വാകർഷണം അപ്രത്യക്ഷമായതുപോലെയാണ് അവിടെ തോന്നുക. ഇതാണ് ഇക്വിവാലൻസ് പ്രിൻസിപ്പിൾ അഥവാ തുല്യതാ തത്വം. ഗുരുത്വാകർഷണത്തിൻ്റെ പ്രഭാവങ്ങൾ ഒരു ചെറിയ സ്ഥലത്ത്, അതായത് ലോക്കലി ആക്സലറേറ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റാത്തതാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഗ്രാവിറ്റിയും ആക്സിലറേഷനും പരസ്പരം ഏറെക്കുറെ ഒരുപോലെ പ്രവർത്തിക്കുന്ന 2 കാര്യങ്ങളാണ്. ഗ്രാവിറ്റി എന്ന് പറയുന്നത് ആക്സിലറേഷൻ്റെ മറ്റൊരു എഫക്റ്റാണ്. ഇതാണ് ഐൻസ്റ്റീൻ അന്വേഷിച്ചു കൊണ്ടിരുന്ന ആ ഒരു ബന്ധം. ഗ്രാവിറ്റി ഈസ് നോട്ട് എ ഫോഴ്സ്. ഗുരുത്വാകർഷണം ഒരു ബലമല്ല. ഗുരുത്വാകർഷണം ദൂരെ നിന്നുള്ള നിഗൂഢമായൊരു അസാധാരണമായിട്ടുള്ള പ്രവർത്തനമല്ല. അതെങ്ങനെയൊക്കെയോ ആക്സിലറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ആക്സിലറേഷൻ ആകട്ടെ സ്പേസ് ടൈമിൻ്റെ ആ ഒരു സ്ട്രക്ചറുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു.
ഇത് അദ്ദേഹത്തിനെ ഇതിലും തീവ്രമായ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ ഗ്രാവിറ്റി ഒരു ബലമേ അല്ല. ഒരു പന്ത് ഭൂമിയിലേക്ക് വീഴുന്നത് കാണുമ്പോൾ ഒരു ബലം അതിനെ താഴേക്ക് വലിക്കുകയാണ് എന്ന് നമ്മൾ ഊഹിക്കുന്നു. എന്നാൽ ആ കാഴ്ചപ്പാട് തന്നെ തെറ്റാണെങ്കിലോ? ആ പന്ത് യഥാർത്ഥത്തിൽ അതിൻ്റെ സാധ്യമായ ഏറ്റവും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിലോ? പക്ഷേ ഭൂമിയുടെ സാന്നിധ്യം കാരണം വളയുകയും കർവ് ചെയ്യുകയും ചെയ്തുകൊണ്ട് അത് സ്പേസ് ടൈമിലൂടെയുള്ള ഒരു യാത്രയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലോ? മനസ്സിലായില്ലല്ലേ? ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള ആശയം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ഉപമ എന്ന് പറയുന്നത് വലിച്ചു കെട്ടിയ റബ്ബർ ഷീറ്റ് മാതൃകയാണ്. പരന്നതും വലിച്ചു നീട്ടിയതുമായിട്ടുള്ളൊരു റബ്ബർ ഷീറ്റ് നിങ്ങൾ സങ്കല്പിക്കുക. അതിൽ മാസൊന്നുമില്ലാത്ത രീതിയിൽ പരന്നു കിടക്കുന്ന ഒരു സ്പേസ് ടൈമായിട്ട് കാണാം. നിങ്ങൾ അതിലൊരു ചെറിയ ഗോലി ഉരുട്ടി കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ സഞ്ചരിച്ച് പോകും. ഇനി ഭാരമുള്ളൊരു വെയിറ്റുള്ളൊരു ബോൾ, അതിനെ സൂര്യനാണെന്ന് കണക്കാക്കി നമ്മൾ ഷീറ്റിൻ്റെ നടുഭാഗത്തേക്ക് വയ്ക്കുക. അപ്പോൾ ഷീറ്റ് ഈ വിഷ്വലി കാണുന്ന പോലെ താഴേക്ക് കുഴിഞ്ഞ് ഒരു കുഴി പോലെ രൂപപ്പെടും. ഇപ്പോൾ നിങ്ങൾ ആ ഒരു ചെറിയ ഗോലിയെ വീണ്ടും ഉരുട്ടുകയാണെങ്കിൽ അത് നേർരേഖയിലായിരിക്കുമോ സഞ്ചരിക്കുന്നത്? അല്ല. നിങ്ങളതിന് കൃത്യമായിട്ട് വശത്ത് നിന്നുള്ളൊരു തള്ളൽ നൽകി കഴിഞ്ഞാൽ അത് ആ നടുക്കുള്ള വെയിറ്റുള്ള ബോളിന് ചുറ്റും ആ ഒരു ഷീറ്റിൽ കിടന്ന് ഒരു വളഞ്ഞ പാതയിൽ ഇങ്ങനെ സഞ്ചരിക്കാനായിട്ട് തുടങ്ങും. ക്രമേണ അത് ഉരുണ്ടുരുണ്ട് സെൻറ്ററിലേക്ക് പോകുമെങ്കിലും കുറേ നേരം അതിന് ചുറ്റും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഗോലി നേരെ പോവുകയാണോ? എന്നാൽ ഗോലിയെ സംബന്ധിച്ചിടത്തോളം അത് നേരെ പോവുകയാണ്. പുറത്തു നിന്നുള്ള നിരീക്ഷകന് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ബലം, അതായത് നടുക്കുള്ളൊരു മാസ് അതിനെ ഉള്ളിലേക്ക് വലിക്കുന്നതായിട്ട് തോന്നും. ഗുരുത്വാകർഷണം എന്നത് കൃത്യമായും ഇതാണ് എന്ന് ഐൻസ്റ്റീൻ വാദിച്ചു. മാസും എനർജിയും ഒരു ബലം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ഭൗതിക ശാസ്ത്രജ്ഞനായ ജോൺ വീലർ പിന്നീട് പറഞ്ഞതുപോലെ മാസും എനർജിയും സ്പേസ് ടൈമിനോട് എങ്ങനെ കർവ് ചെയ്യണം, എങ്ങനെ വളയണമെന്ന് പറയുന്നു. എന്നാൽ വളഞ്ഞ സ്പേസ് ടൈം ആകട്ടെ മാസിനോടും ഊർജ്ജത്തോടും എങ്ങനെ സഞ്ചരിക്കണമെന്ന് പറയുന്നു. ഇതാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു ഡാൻസ്, പ്രപഞ്ചത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഗുരുത്വാകർഷണം നിങ്ങളെ കസേരയിലേക്ക് വലിക്കുന്ന ഒരു ബലമേ അല്ല. അത് ഭൂമിയുടെ മാസ് നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള ഈ സ്പേസ് ടൈമിനെ വളച്ചു വെച്ചിരിക്കുന്നതാണ്, കർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആ വളഞ്ഞ സ്പേസ് ടൈം നിങ്ങളെ കസേരയിലേക്ക് തള്ളി വച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ് ഇരിക്കുന്നത്, നിങ്ങളും അങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഒരു വിപ്ലവകരമായിട്ടുള്ള ആശയം ഐൻസ്റ്റീൻ്റെ ഫീൽഡ് സമവാക്യങ്ങൾ എന്നറിയപ്പെടുന്ന വളരെ കോംപ്ലക്സായ 10 ഇക്വേഷനുകളുടെ ഒരു കൂട്ടത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. അവരുടെ ഗണിതശാസ്ത്രം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വർഷങ്ങൾ വേണ്ടി വരും. പക്ഷേ അവയുടെ ആശയം വളരെ സിമ്പിളും വളരെ ബ്യൂട്ടിഫുള്ളുമാണ്. ജിയോമെട്രി ഈസ് ഈക്വൽ ടു എനർജി എന്ന് പറയുന്നൊരു സമവാക്യമാണ് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ കാണുന്ന ഇക്വേഷനകത്ത് വരുന്നത്. ഒരു വശത്ത് സ്പേസ് ടൈമിൻ്റെ ജിയോമെട്രി അല്ലെങ്കിൽ അതിൻ്റെ കർവേച്ചറിനെ വിവരിക്കുന്ന മാത്തമാറ്റിക്കൽ എലമെൻസുകളാണ് ഉള്ളത്. മറുവശത്ത് അതിൻ്റെ സ്പേസ് ടൈമിനുള്ളിലുള്ള മാസിൻ്റെയും എനർജിയുടെയും ആ ഒരു ഡിസ്ട്രിബ്യൂഷനെ വിശദീകരിക്കുന്ന എലമെൻസാണ്. ഒരു പ്രദേശത്ത് മാസും എനർജിയും വയ്ക്കുക, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സ്ഥലകാലം കർവ് ചെയ്യുന്നതെന്ന് സമവാക്യങ്ങൾ കൃത്യമായി പറഞ്ഞു തരും. സ്ഥലകാലത്തിൻ്റെ അല്ലെങ്കിൽ സ്പേസ് ടൈമിൻ്റെ കർവേച്ചർ, സ്ഥലകാലം എന്ന് വെച്ചാൽ സ്പേസ് ടൈമാണ്, സ്പേസ് ടൈമിൻ്റെ കർവേച്ചർ നമുക്കറിയാമെങ്കിൽ വസ്തു അതിലൂടെ എങ്ങനെ സഞ്ചരിക്കുമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഇക്വേഷൻ്റെ പ്രാധാന്യം. അതായത് വളരെയധികം മാസ്സുള്ളൊരു വസ്തു സ്പേസ് ടൈമിൽ നിൽക്കുകയാണെങ്കിൽ ആർക്കും അവിടെ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കാൻ കഴിയില്ല. പകരം ആ വളഞ്ഞ സ്ഥലത്തിലെ ഏറ്റവും എളുപ്പമുള്ള പാതയിലൂടെ അത് സഞ്ചരിക്കുകയായിരിക്കും സാധാരണ ചെയ്യുക, അതിന് സഞ്ചരിക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ അത് മാസ് കൂടിയ വസ്തുവിൻ്റെ അടുത്തേക്ക് വലിച്ചെടുക്കപ്പെടും. അപ്പോൾ ഇത്തരത്തിൽ വളഞ്ഞ സ്പേസ് ടൈമിലൂടെ വസ്തുക്കൾ സഞ്ചരിക്കുമ്പോൾ വസ്തുവിനത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തോന്നും, വെളിയിൽ നിൽക്കുന്നവർക്ക് അത് വളഞ്ഞ സ്ഥലമായിട്ട് തോന്നും. സോ ഈ ഒരു സ്പേസ് ടൈം കർവേച്ചറിലുള്ള സ്ട്രെയിറ്റ് ലൈനെ പറയുന്ന പേര്, അല്ലെങ്കിൽ ആ പാതയെ പറയുന്ന പേരാണ് ജിയോഡെസിക്സ് എന്ന് പറയുന്നത്. ന്യൂയോർക്കിൽ നിന്ന് ടോക്കിയോയിലേക്ക് പറക്കുന്നൊരു വിമാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പരന്ന ഭൂപടത്തിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് യാത്ര ചെയ്യുമെന്നാണ്. എന്നാൽ സത്യത്തിൽ അത് വളഞ്ഞ പാതയാണ് പിന്തുടരുന്നത്. ഈ വീഡിയോയ്ക്ക് 3-4 വീഡിയോ മുൻപേ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഭൂമിയിൽ വിമാനങ്ങൾ പറക്കുന്നതിൻ്റെ ഒരു പാതയെക്കുറിച്ച്. സോ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതലത്തിലൂടെ സാധ്യമായ ഏറ്റവും കുറഞ്ഞ നേരായ പാതയാണ് ഇതിൻ്റെ ഒരു വളഞ്ഞ പാത, ഗ്രേറ്റ് സർക്കിൾ റൂട്ട്. പൈലറ്റ് വിമാനം പറപ്പിക്കുന്നത് നേരെയാണ്, നമ്മൾ കാണുന്നത് നേരെയാണ്. പക്ഷേ പുറമേ നിന്നൊരാൾ നോക്കുമ്പോൾ ഭൂമിയിലൂടെ ആ വസ്തു അല്ലെങ്കിൽ വിമാനം സഞ്ചരിക്കുന്നത് വളഞ്ഞാണ്. ഭൂമി സൂര്യൻ്റെ ഗുരുത്വാകർഷണം എന്ന അദൃശ്യമായ കയറിൽ പറ്റിപ്പിടിച്ച് കിടന്ന് നിരന്തരം വലിക്കപ്പെടുകയല്ല. പകരം സൂര്യൻ സ്പേസ് ടൈമിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കർവേച്ചറിൽ കിടന്ന് ആ കുഴിക്ക് ചുറ്റും ഭൂമി ഇങ്ങനെ ആ വളഞ്ഞ സ്പേസ് ടൈമിലൂടെ ജിയോഡെസിക് എന്ന് പറയുന്ന സ്ട്രെയിറ്റ് പാതയിലൂടെ ഇങ്ങനെ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത്. അല്പം കോംപ്ലക്സ് ആണ്, മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇനി എന്തുകൊണ്ടാണ് ഗ്രാവിറ്റിയെ നമ്മളൊരു ഫോഴ്സ് അല്ലെങ്കിൽ ബലമായിട്ട് കണക്കാക്കുന്നത്? അതിൻ്റെ അടിസ്ഥാന ഘടന എന്ന് പറയുന്നത് വളയാനും നീളാനും കർവ് ചെയ്യാനും ഒക്കെ കഴിയുന്ന പ്രപഞ്ചത്തിലെ വസ്തുക്കൾ പല രീതിയിൽ സഞ്ചരിക്കുന്ന അതിൻ്റെ ഒരു സ്വഭാവം മാത്രമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം
മുമ്പ് പറഞ്ഞ സ്പെഷ്യൽ റിലേറ്റിവിറ്റിയേക്കാൾ വലിയ വലിയ ഇംപ്ലിക്കേഷൻസ് ഉള്ളൊരു കണ്ടെത്തലാണ്. പ്രപഞ്ചത്തെ മുഴുവനായും അതിൻ്റെ ഒറിജിനെക്കുറിച്ചും അതിൻ്റെ എവല്യൂഷനെക്കുറിച്ചും അതിൻ്റെ ഫേറ്റിനെക്കുറിച്ചും ഒക്കെ തന്നെ വിശദീകരിക്കാൻ കഴിയുന്ന ഒരു അസാധാരണമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരുന്നു. പക്ഷേ നമുക്കറിയാം, അസാധാരണമായിട്ടുള്ള വിവരണങ്ങൾക്ക് അസാധാരണമായിട്ടുള്ള തെളിവുകൾ തന്നെ ആവശ്യമുണ്ട്. അത്രത്തോളം നമ്മൾ തെളിവ് കൊണ്ടുവരണം. അപ്പോൾ ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തം ന്യൂട്ടൻ്റെ സിദ്ധാന്തങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ, വ്യക്തവും നമുക്ക് എക്സ്പെരിമെൻറ്റിൽ തെളിയിക്കാനും കഴിയുന്ന നിരവധി പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രപഞ്ചം യഥാർത്ഥത്തിൽ ഏറ്റവും വിചിത്രവും മനോഹരവുമായ രീതിയിലാണോ പെരുമാറുന്നത് എന്നറിയാൻ ഫിസിക്സിൻ്റെ ലോകം അക്കാലത്ത് ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുകയും ഐൻസ്റ്റീൻ്റെ തിയറികൾ മാത്തമാറ്റിക്സിൽ നിന്ന് മാറി നേരിട്ട് തെളിയിക്കപ്പെടുന്ന സാഹചര്യം കാത്തിരിക്കുകയും ചെയ്തു. ഐൻസ്റ്റീൻ്റെ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം കേവലം ഗുരുത്വാകർഷണത്തെക്കുറിച്ചുള്ളൊരു പുതിയ കാവ്യാത്മക സങ്കല്പം മാത്രമായിരുന്നില്ല. അപ്പോൾ ഐൻസ്റ്റീന് ഇത്തരം കാഴ്ചപ്പാടുകൾ പരീക്ഷണശാലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതും ടെലസ്കോപ്പിലൂടെ നിരീക്ഷിക്കാനും കഴിയുന്ന പ്രവചനങ്ങൾ നടത്തിയൊരു സിദ്ധാന്തമായിരുന്നു എന്ന് പിന്നീട് 1 by 1 ആയിട്ട് തെളിയിക്കപ്പെട്ടു. മാസ് സ്പേസ് ടൈമിനെ വളയ്ക്കുന്നുവെങ്കിൽ അതിൻ്റെ കർവേച്ചറിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ വസ്തുക്കളെയും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഗ്രഹങ്ങളെപ്പോലെയുള്ള നല്ല മാസമുള്ള വസ്തുക്കളെ മാത്രമല്ല, പ്രകാശത്തെ പോലെ മാസ് ഇല്ലാത്ത കണങ്ങളെയും ഗ്രാവിറ്റിയുടെ എഫക്റ്റ് ബാധിക്കില്ലേ എന്നൊരു ചോദ്യം വന്നു. ഐൻസ്റ്റീൻ്റെ ആദ്യത്തേതും ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടാക്കിയതുമായ പ്രവചനങ്ങളിലൊന്നാണ് നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള പ്രകാശം വളയുന്നു എന്ന് പറയുന്ന കാര്യം. ന്യൂട്ടൻ്റെ കാഴ്ചപ്പാടിൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത് മാസുള്ള വസ്തുക്കൾ തമ്മിലുള്ള ഒരു ആകർഷണ ബലമല്ലേ. അതിനാൽ മാസില്ലാത്ത പ്രകാശത്തെ അത് കാര്യമായി ബാധിക്കാൻ പാടില്ലല്ലോ. പക്ഷെ ചില ന്യൂട്ടോണിയൻ എക്സ്പ്ലനേഷൻസിൽ വളവ് പ്രവചിക്കുന്നുണ്ടെങ്കിലും ഐൻസ്റ്റീൻ്റെ പ്രവചനത്തിൻ്റെ പകുതി മാത്രമായിരുന്നു. എന്നാൽ ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തത്തിൽ പ്രകാശം മറ്റെല്ലാ വസ്തുക്കളെയും പോലെ സ്പേസ് ടൈമിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ജിയോഡെസിക്കുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. അതായത് പ്രകാശത്തിന് സഞ്ചരിക്കുമ്പോൾ സ്പേസ് ടൈം കർവേച്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും മിനിമൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ജിയോഡെസിക് എന്ന് പറയുന്ന പാതയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് വളരെ ദൂരെ നിന്ന് വരുന്ന നക്ഷത്രത്തിൻ്റെ പ്രകാശകിരണം നമ്മുടെ സൂര്യനെ പോലെയുള്ള ഭീമൻ വസ്തുക്കളുടെ അരികിലൂടെ കടന്നു പോകുമ്പോൾ അത് സഞ്ചരിക്കുന്ന സ്പേസ് ടൈം കർവേച്ചറിൻ്റെ എഫക്റ്റിൻ്റെ ഫലമായിട്ട് പ്രകാശം വളയാൻ സാധ്യതയില്ലേ. അപ്പോൾ ഈ ഒരു എഫക്റ്റ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ സാധാരണ സാഹചര്യങ്ങളിൽ നമ്മൾ സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ്റെ സൈഡിലൂടെ വരുന്ന അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള നക്ഷത്രങ്ങളുടെ പ്രകാശം വളഞ്ഞതായി കാണാൻ കഴിയില്ല. അത്രത്തോളം ശക്തമായിട്ടുള്ള ലൈറ്റാണ് സൂര്യപ്രകാശത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ വളരെ വിദൂരതയിൽ നിന്ന് വരുന്ന നക്ഷത്രങ്ങളുടെ പ്രകാശം സൂര്യൻ്റെ ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് കൊണ്ട് വളയുന്നത് കാണണമെങ്കിൽ സൂര്യൻ്റെ ആ ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സൂര്യൻ്റെ ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് വേണവും താനും സൂര്യൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഏതാ? അതാണ് പൂർണ്ണ സൂര്യഗ്രഹണം. ചന്ദ്രൻ സൂര്യനെ വളരെ കുറച്ച് നിമിഷത്തേക്ക് മറയ്ക്കുമ്പോൾ ആകാശത്തിലെ ആ ഒരു ഭാഗം ഇരുട്ടിലാവുകയും എന്നാൽ സൂര്യൻ്റെ അരികിലൂടെ സൂര്യൻ്റെ പിൻഭാഗത്തുള്ള നക്ഷത്രങ്ങളുടെ പ്രകാശം നമുക്ക് കാണാനും സാധിക്കും. സോ ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തത്തെ നേരിട്ട് പരീക്ഷിക്കാൻ വേണ്ടി ശാസ്ത്രലോകം അക്കാലത്ത് ഒരുങ്ങി. 1915 ഐൻസ്റ്റീൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി കൊണ്ടുവന്നതെങ്കിൽ അതിൻ്റെ ആദ്യത്തെ പരീക്ഷണം നടക്കുന്നത് 1919 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച ഉടൻ തന്നെ ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനും ഒരു സമാധാനവാദിയുമായിരുന്ന സർ ആർതർ എഡിങ്ടൺ ഒരു ചലഞ്ച് ഏറ്റെടുത്തു. ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞൻ്റെ സിദ്ധാന്തം തെളിയിക്കാൻ ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ള രീതിയിലാണ് അക്കാലത്ത് രാഷ്ട്രീയപരമായി അത് ചർച്ച ചെയ്തത്. എഡിങ്ടൺ 2 പര്യവേഷണ സംഘങ്ങളെ നയിച്ചിട്ടുണ്ട്. ഒന്ന് ബ്രസീലിലെ സൊബ്രാളിലേക്കും മറ്റൊന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരത്തുള്ള പ്രിൻസിപ്പെ ദ്വീപിലേക്കുമാണ് അയക്കുന്നത്. ഗ്രഹണം പൂർണ്ണമാകുന്ന ഏതാനും മിനിറ്റുകളിൽ സൂര്യൻ്റെ അരികിൽ കാണുന്ന നക്ഷത്രങ്ങളുടെ ഫോട്ടോ എടുക്കുക എന്നതായിരുന്നു ആ 2 ഗ്രൂപ്പിൻ്റെയും പ്രാഥമികമായിട്ടുള്ള ദൗത്യം. മാസങ്ങൾക്ക് മുമ്പ് തന്നെ സൂര്യൻ ആകാശത്തിൻ്റെ മറ്റൊരു ഭാഗത്തായിരുന്നപ്പോൾ ഇതേ നക്ഷത്രങ്ങൾ മറ്റു നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് എവിടെയായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ഈ ഹയാഡസ് ക്ലസ്റ്റർ എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തെ താരതമ്യപ്പെടുത്താനുള്ള മുൻപുള്ള ചിത്രങ്ങൾ എടുത്തു വയ്ക്കുകയും ചെയ്തു. കാര്യം പഴയ ചിത്രങ്ങൾ ഉണ്ടെങ്കിലല്ലേ പുതിയ ചിത്രങ്ങളെ കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ദിവസങ്ങൾ നീണ്ട കപ്പൽ യാത്രയ്ക്കും പ്രതികൂലമായ കാലാവസ്ഥയ്ക്കും സാങ്കേതിക പ്രശ്നങ്ങൾക്കും ശേഷം ആ ഒരു ഗ്രഹണ ദിവസം എന്ന് പറയുന്ന പരീക്ഷണ ദിവസം വന്നെത്തി. പ്രിൻസിപ്പയിൽ എഡിങ്ടൺ തന്നെ മേഘങ്ങൾക്കിടയിലൂടെ കഷ്ടപ്പെട്ട് ഏതാനും ചിത്രങ്ങൾ എടുത്തുകൊണ്ട് ഗ്രഹണ സമയത്തെ നക്ഷത്രങ്ങളെ മനസ്സിലാക്കിയെടുത്തു. സെബ്രാളിലെ സംഘത്തിന് കൂടുതൽ വ്യക്തമായ ചിത്രങ്ങൾ ലഭിച്ചെങ്കിലും അവരുടെ പ്രധാന ദൂരദർശിനിയുടെ ചൂട് കാരണം ഫോക്കസ് അല്പം തെറ്റിയിരുന്നു. ഭാഗ്യവശാൽ അവരുടെ ചെറിയ ബാക്കപ്പ് ദൂരദർശിനി കൃത്യമായ ചിത്രങ്ങൾ അവിടെ പകർത്താൻ തുടങ്ങി. അങ്ങനെ മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനും മറ്റുമൊക്കെ ശേഷം ലണ്ടനിലേക്ക് അയച്ച ഫോട്ടോഗ്രാഫി പ്ലേറ്റുകൾ കൃത്യമായി വിശകലനം ചെയ്ത് അതിൽ നിന്ന് മനസ്സിലായ കാര്യം നക്ഷത്രങ്ങളുടെ സ്ഥാനം കൃത്യമായി മാറിയിരുന്നു. ആ മാറ്റത്തിൻ്റെ അളവ് ന്യൂട്ടൻ്റെ സിദ്ധാന്തം പ്രവചിച്ചതിനേക്കാൾ വളരെ കൂടുതലും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ പ്രവചനങ്ങളുമായി പൂർണ്ണമായും പൊരുത്തപ്പെടുന്നതുമായിരുന്നു. അങ്ങനെ ആ വാർത്ത ലോകമെമ്പാടും പടർന്നു. ഐൻസ്റ്റീൻ ഒറ്റ
രാത്രി കൊണ്ടൊരു ലോക പ്രശസ്തനായ വ്യക്തിയായി മാറി. ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ സ്ഥാനചലനത്തിൽ ശാസ്ത്രജ്ഞർ ഏറെക്കുറെ അമ്പരപ്പിൽ എന്നുള്ള തരത്തിൽ അക്കാലത്തെ പത്രങ്ങൾ തലക്കെട്ടുകൾ കൊണ്ട് നിറച്ചു. ഗുരുത്വാകർഷണം യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഘടനയെ വളയ്ക്കുന്നു എന്നതിൻ്റെ ആദ്യത്തെ സ്ഥിരീകരണമായിരുന്നു അത്. ഇന്ന് ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം ആധുനിക ജ്യോതിശാസ്ത്രത്തിലെ ഒരു സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തലാണ്. ഭീമാകാരന്മാരായിട്ടുള്ള ഗാലക്സികളും ഗാലക്സി ക്ലസ്റ്ററുകളും പ്രപഞ്ചത്തിലെ ഭീമൻ ലെൻസുകളായി പ്രവർത്തിക്കുന്നുവെന്നും അവയ്ക്ക് പിന്നിലുള്ള കൂടുതൽ വിദൂരമായ ഗാലക്സികളിൽ നിന്നും ക്വാസറുകളിൽ നിന്നുമുള്ള പ്രകാശത്തെ വളയ്ക്കുകയും വലുതാക്കുകയും ഒന്നിലധികം പ്രതിബിംബങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ നമുക്ക് കാണാൻ കഴിയാത്ത പ്രപഞ്ചത്തിൻ്റെ വിദൂര ഭാഗങ്ങളായിരുന്നു. എന്നാൽ ഈ ഒരു പ്രതിഭാസം കൊണ്ട് നമുക്കത് കാണാൻ കഴിയും. കൂടാതെ ഡാർക്ക് മാറ്റർ പോലെയുള്ള അദൃശ്യമായ വസ്തുക്കളുടെ സ്പ്രെഡിങ് മനസ്സിലാക്കാനും ഇന്ന് ഗ്രാവിറ്റേഷണൽ ലെൻസിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. കാരണം അവയുടെ ഗുരുത്വാകർഷണം പ്രകാശത്തെ വളയ്ക്കുന്നത് നിരീക്ഷിക്കാൻ ഇന്ന് നമുക്ക് പറ്റുന്നുണ്ട്. സോ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവചനമാണ് ഗ്രാവിറ്റേഷണൽ ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. മുമ്പ് GPS-ൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ടൈം ഡയലേഷൻ എന്തുമായി ബന്ധപ്പെടുത്തിയേ പറഞ്ഞ് പ്രകാശത്തിൻ്റെ വേഗതയുമായി ബന്ധപ്പെടുത്തിയല്ലേ. എന്നാൽ വേഗത കൂടുമ്പോൾ സമയം പതുക്കെയാകുമെന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ മറ്റൊരു തലം കൂടിയുണ്ട്. അതിശക്തമായ ഗുരുത്വാകർഷണ മണ്ഡലങ്ങളിൽ സമയം പതുക്കെയാകുന്നു. ഒരു വലിയ മാസിനടുത്ത് സ്പേസ് ടൈം കൂടുതൽ വളഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ സമയവും സാവധാനത്തിൽ മാത്രമേ ഒഴുകുകയുള്ളൂ. ഒരു ഗ്രാവിറ്റേഷണൽ വെല്ലിൻ്റെ ആഴത്തിലേക്ക് പോകുന്തോറും സമയം കൂടുതൽ സാവധാനത്തിലാകും എന്നർത്ഥം. സോ ഇതൊരു തിയററ്റിക്കലായിട്ടുള്ളൊരു കാര്യം മാത്രമല്ല. ഈ ഒരു എഫക്റ്റ് ഇവിടെ ഭൂമിയിൽ തന്നെ നമുക്ക് അളക്കാൻ സാധിക്കും. സമുദ്രനിരപ്പിൽ വെച്ച അതീവ കൃത്യതയുള്ള ഒരു അറ്റോമിക് ക്ലോക്ക് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അല്പം ദുർബലമായ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച അതേപോലെയുള്ള മറ്റൊരു ക്ലോക്കിൽ അളക്കുന്ന സമയത്തേക്കാൾ ഡിഫറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സാവധാനത്തിൽ പ്രവർത്തിക്കുന്നതായി കാണാൻ പറ്റും. ഭൂമിയുടെ സർഫസിൽ വളരെയധികം ഗ്രാവിറ്റി അനുഭവപ്പെടും. പർവ്വതത്തിൻ്റെ മുകളിൽ ഗ്രാവിറ്റി ഇച്ചിരി കുറവായിരിക്കും. അതിനനുസരിച്ച് സമയം മാറുന്നുണ്ട്. 1959 നടന്ന പൗണ്ട് റെപ്ക പരീക്ഷണം എന്ന് പറയുന്നൊരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ടവറിൻ്റെ മുകളിലും താഴെയുമായി ഗാമാ കിരണങ്ങൾ അയച്ചുകൊണ്ട് അവയുടെ ഫ്രീക്വൻസിയിൽ വരുന്ന നേരിയ മാറ്റം, അതായത് ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ് പഠിച്ചതിന് ശേഷമാണ് അവരിത് അളന്നത്. സോ ഇതിന് ചില റിയൽ ടൈം എഫക്റ്റുകളുണ്ട്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത അതേ GPS ഉപഗ്രഹങ്ങളെ 2 തരത്തിലുള്ള ടൈം ഡയലേഷനുകൾ ബാധിക്കുന്നുണ്ട്. അതിൽ നമ്മൾ സ്പെഷ്യൽ റിലേറ്റിവിറ്റി പറഞ്ഞിരുന്നു. ഉപഗ്രഹങ്ങൾ മണിക്കൂറിൽ 14,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അവയുടെ ക്ലോക്കുകൾ ഭൂമിയിലുള്ളതിനേക്കാൾ പ്രതിദിനം 7 മൈക്രോ സെക്കൻഡ് സ്ലോ ആയിട്ടായിരിക്കും സഞ്ചരിക്കുക. എന്നാൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് 20,000 കിലോമീറ്റർ ഉയരത്തിലായതുകൊണ്ട് അവ ഭൂമിയുടെ സർഫസിലുള്ളതിനേക്കാൾ ദുർബലമായ ഗുരുത്വാകർഷണ മണ്ഡലത്തിലാണ് ഭൂമിയെ ചുറ്റുന്നത്. അതിനാൽ തന്നെ അവയുടെ ക്ലോക്കുകൾ ഭൂമിയിലുള്ളതിനേക്കാൾ ഒരു ദിവസം 45 മൈക്രോ സെക്കൻഡ് സ്പീഡ് കൂടും. അപ്പോൾ രണ്ടും ചേരും. അതായത് 7 മൈക്രോ സെക്കൻഡ് കുറയുകയും 45 മൈക്രോ സെക്കൻഡ് കൂടുകയും ചെയ്യുന്ന 2 എഫക്റ്റുകളും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഉപഗ്രഹങ്ങളിലുള്ള ക്ലോക്കുകളെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ടോട്ടലി. അതായത് ഒരു GPS സാറ്റലൈറ്റിന് 45-7 അതായത് 38 മൈക്രോ സെക്കൻഡിൻ്റെ വേഗത കൂടുതൽ ഭൂമിയിലുള്ള ക്ലോക്കുകളേക്കാൾ ഉണ്ടാകും. ഇത് കണക്കിലെടുത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ വരുത്തി നിരന്തരം ചേഞ്ച് ചെയ്തുകൊണ്ടാണ് GPS സിസ്റ്റം എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ഒരു ദിവസം കിലോമീറ്ററുകളോളം മിസ്റ്റേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഫോണിലെ മാപ്പ് കൃത്യമായി പ്രവർത്തിക്കുന്നത് ഐൻസ്റ്റീൻ്റെ 2 സിദ്ധാന്തങ്ങളും ശരിയാണ് എന്നുള്ളതിൻ്റെ ഡെയിലി എഫക്റ്റാണ്, ഡെയിലി റിസൾട്ടായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തം നമ്മുടെ സൗരയൂഥത്തെയും പ്രപഞ്ചത്തെയും കുറിച്ചുള്ള വളരെ വലിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരുന്നു. അതിലൊന്നാണ് ബുധൻ്റെ പ്രിസിഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, ദ പ്രിസിഷൻ ഓഫ് മെർക്കുറി. പതിറ്റാണ്ടുകളായി ജ്യോതിശാസ്ത്രജ്ഞർ ബുധൻ്റെ ഭ്രമണപഥത്തെക്കുറിച്ച് വളരെയധികം ആശയക്കുഴപ്പത്തിലായിരുന്നു. അതിൻ്റെ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥം കാലക്രമേണ ഒരു പുഷ്പം വിരിയുന്നത് പോലെ സാവധാനം കറങ്ങുന്നതായി അവർ കാണുന്നുണ്ടായിരുന്നു. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ബിന്ദുവായ പെരിഹീലിയൻ മാറിക്കൊണ്ടിരിക്കുന്നു. മറ്റ് ഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണ വലിവുകൾ ഈ ഒരു പ്രിസിഷന് കാരണമാകുന്നുണ്ട് എന്ന് പലരും വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും ഒരു ചെറിയ പൊരുത്തക്കേട് പിന്നെയും അവശേഷിക്കുന്നുണ്ട്. ഒരു നൂറ്റാണ്ടിൽ വെറും 43 ആർക്ക് സെക്കൻഡ്, അതായത് ഒരു ആർക്ക് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രിയുടെ 3600 അപ്പോൾ ഈ ഒരു ഏകദേശം ഒരു 43 ആർക്ക് സെക്കൻഡോളം വരുന്ന ഒരു അധിക മാറ്റം ബുധൻ്റെ പരിക്രമണ പാതയിൽ കാണാൻ പറ്റും. അപ്പോൾ അതിന് വന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ബുധനും സൂര്യനും ഇടയിൽ വൾക്കൻ എന്ന് പറയുന്ന ഒരു മറ്റൊരു ഗ്രഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. കാര്യം ഒരു വിധത്തിലും വിശദീകരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഐൻസ്റ്റീൻ തൻ്റെ പുതിയ ഫീൽഡ് ഇക്വേഷനുകൾ ഉപയോഗിച്ച് സൂര്യന് ചുറ്റുപാടുമുള്ള
കർവ്ഡ് സ്പേസ് ടൈമിൻ്റെ ഒരു എഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ബുധൻ്റെ പരിക്രമണ പഥം കണക്കാക്കി. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം എല്ലാ ന്യൂട്ടോണിയൻ എഫക്റ്റുകൾക്കും പുറമെ ഒരധികമായിട്ടുള്ള പ്രിസിഷനെ കൂടി പ്രവചിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പല കണക്കുകൂട്ടലുകളുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു തുകയിലേക്ക് എത്തിച്ചേർന്നു. അത് കൃത്യം 43 ആർക്ക് സെക്കൻഡ് ആയിരുന്നു. ഒരു തികഞ്ഞ പൊരുത്തം. ഐൻസ്റ്റീൻ്റെ ഹൃദയമെടുപ്പ് കൂടിയെന്നും കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹം സന്തോഷം കൊണ്ട് മതിമറന്ന അവസ്ഥയിലായിരുന്നു എന്നും പിന്നീട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വൾക്കൻ എന്ന് പറയുന്ന ഗ്രഹം ഉണ്ടായിരുന്നില്ല. ബുധൻ്റെ ഭ്രമണപഥത്തിലെ ആ ഇളക്കം സൂര്യൻ്റെ മാസ് കൊണ്ട് സ്ഥലകാലത്തിനുണ്ടാകുന്ന ഒരു കർവേച്ചർ മൂലം വരുന്ന ഒരു എഫക്റ്റാണ് എന്ന് ലോകത്തിന് പിന്നീട് മനസ്സിലായി. ഈ തെളിവുകൾ വളരെയധികം ഡീപ്പാണ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ശാസ്ത്രകഥകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ആധുനികമായിട്ടുള്ള എഫക്റ്റ് മാത്രമല്ല എന്നും അത് പലതരത്തിലുള്ള കണ്ടെത്തലുകൾ നടത്താൻ പറ്റുമെന്നും പറയുമ്പോഴും നമ്മളെയൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തിയ പ്രപഞ്ചത്തിലെ മറ്റു ചില വസ്തുക്കളെയും അത് പ്രവചിക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നാണ് ബ്ലാക്ക് ഹോൾ. സ്പേസ് ടൈം എന്ന് പറയുന്നത് അനന്തമായ രീതിയിലേക്ക് കർവ് ചെയ്യുകയും അത് യഥാർത്ഥത്തിൽ സ്പേസ് ടൈമിൽ ഒരു വലിയ ദ്വാരം തന്നെ ഉണ്ടാക്കി കീറുകയും ചെയ്യും എന്ന് പറയുന്നതാണ് ബ്ലാക്ക് ഹോളിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. ഇത്തരത്തിൽ ഒരു ചെറിയ സ്ഥലത്തേക്ക് മാസ് ചുരുങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു വിള്ളലിൻ്റെ അതിർത്തിയെ ഈവൻ ഹൊറൈസൺ എന്ന് വിളിക്കുന്നു. അതൊരു പ്രതലമൊന്നുമല്ല, മറിച്ച് ഈവൻ ഹൊറൈസൺ കടന്നു പോകുന്ന ഒരു വസ്തുവിന് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എല്ലാ ജിയോ ഡെസിക്കുകളും അതിനെ അതിൻ്റെ കേന്ദ്രത്തിലേക്ക് നയിക്കുന്നു. തമോഗർത്തത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഡെൻസിറ്റിയും 0 വോളിയവുമുള്ള ഒരു ബിന്ദു എന്നാണ് സാധാരണഗതിയിൽ ഫിസിക്സ് പറയുന്നത്. അതിനെ നമ്മൾ സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്നു. അവിടെ നമുക്കറിയാവുന്ന ഫിസിക്സിൻ്റെ എല്ലാ നിയമങ്ങളും പൂർണ്ണമായും ഇല്ലാതാകുന്നു എന്നും പറയപ്പെടുന്നു. ഒരു ബ്ലാക്ക് ഹോളിന് നിങ്ങൾ സുരക്ഷിതമായ അകലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരാൾ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് വീഴുന്നതായി സങ്കല്പിക്കുക. അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസത്തിൽ വളരെ വിചിത്രമായ ചില എഫക്റ്റുകൾ ഉണ്ടാകും. അതിലൊന്നാണ് ഗ്രാവിറ്റേഷണൽ ടൈം ഡയലേഷൻ. അവർ ഈ പറയുന്ന ഈവൻ ഹൊറൈസണിലേക്ക് പോകുന്തോറും അവരുടെ ക്ലോക്ക് കൂടുതൽ സാവധാനത്തിൽ ടിക്ക് ചെയ്യുന്നതായി നമ്മൾ കാണാൻ ആരംഭിക്കും. മാത്രമല്ല ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നൊരു പ്രതിഭാസമുണ്ട്. പ്രകാശം അതിശക്തമായ ഗുരുത്വാകർഷണത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രകാശത്തിന് ഊർജ്ജം നഷ്ടപ്പെടും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ കാണുന്ന ആൾ കൂടുതൽ ചുവപ്പായി മാറുകയും മങ്ങുകയും ചെയ്യുന്നതായിട്ട് തോന്നും. ദൂരെ നിന്ന് നോക്കുന്ന നിരീക്ഷകനായ നമുക്ക് നിർഭാഗ്യവാനായിട്ട് ആ ഒരു ബ്ലാക്ക് ഹോളിലേക്ക് വീഴുന്ന ബഹിരാകാശ യാത്രികൻ വേഗത കുറഞ്ഞ് ചുവപ്പായി ഈവൻ ഹൊറൈസണിൽ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടായിരിക്കും നമുക്ക് തോന്നുക. ഇൻഫിനിറ്റ് ആയിട്ടുള്ള ടൈമിനുള്ളിൽ മാഞ്ഞു പോകുന്നത് പോലെയാണ് അവിടുത്തെ എഫക്റ്റ്. അയാൾ അതിൻ്റെ ഉള്ളിലേക്ക് വീഴുന്നതായിട്ട് നമ്മൾ ഒരിക്കലും കാണില്ല. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഒട്ടും മൂവ് ചെയ്യുന്നതായിട്ട് തോന്നില്ല. അതുകൊണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ പറ്റില്ല. എന്നാൽ ആ വീണുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ സമയം സാധാരണഗതിയിൽ തന്നെയാണ് അയാൾക്ക് കടന്നു പോവുക. അവർ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഈവൻ ഹൊറൈസണും കടന്ന് സിംഗുലാരിറ്റിയിലേക്ക് പോകുന്നതായി കാണാൻ പറ്റും, അയാൾക്ക് അനുഭവപ്പെടാൻ പറ്റും. പക്ഷെ പിന്നീട് എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. കാരണം നമ്മുടെ നിയമങ്ങൾക്കൊന്നും അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് വർഷത്തോളം തമോഗർത്തങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മാത്തമാറ്റിക്കലി മാത്രം പ്രഡിക്റ്റ് ചെയ്ത് വെച്ചിരുന്നു. എന്നാൽ ഇന്ന് അവ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന് ധാരാളം തെളിവുകൾ ലഭ്യമാണ്. 2019 ഈവൻ ഹൊറൈസൺ ടെലസ്കോപ്പ് പകർത്തിയ M87 എന്ന് പറയുന്ന ഗാലക്സിയുടെ കേന്ദ്രത്തിലുള്ള ഒരു അതിഭീമനായിട്ടുള്ള ബ്ലാക്ക് ഹോളിൻ്റെ ഷാഡോയെ നമ്മൾ ആദ്യമായി നേരിട്ട് പകർത്തിയിരുന്നു. അങ്ങനെ ഐൻസ്റ്റീൻ്റെ പ്രവചനത്തിൻ്റെ ഏറ്റവും ശക്തമായ തെളിവായി 2019 ബ്ലാക്ക് ഹോളുകളുടെ നേരിട്ടുള്ള കണ്ടെത്തൽ മാറി എന്നതിലൂടെ ഇപ്പോഴും നിരന്തരം പല രീതിയിൽ ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് സാരം.